ഇസ്ലാഹി വൺ എന്ന് പറയുന്ന സഹോദരൻ കൈപൊന്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ചോദിക്കാം. അദ്ദേഹത്തിന് വേണ്ടി മൈക്ക് കൈമാറുകയാണ്. മറ്റുള്ള സുഹൃത്തുക്കൾ ആരെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അവർക്ക് ഒരുങ്ങി നിൽക്കണമെന്നും അറിയിക്കുകയാണ്. ശബ്ദം കേൾക്കുന്നുണ്ടോ? ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നതാണ്. ഇവിടെ വിശദമായിട്ട് സംസാരിച്ചത് ഗൈബ് അഥവാ അദൃശ്യജ്ഞാനത്തെ കുറിച്ചാണ് ഇവിടെ ഇത്രയും സമയം ഉസ്താദ് പ്രസംഗിച്ചത്. അപ്പോ അതില് ഞാനിപ്പോ അവസാനം ഇവിടെ ഒരു ടെക്സ്റ്റ് അടിച്ചു. അതായത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരുന്നു. ഒന്ന്, മഴയെക്കുറിച്ചിട്ടുള്ള അറിവ് അത് ഗൈബാണോ എന്ന് ചോദിച്ചപ്പോൾ അതെ എന്ന് പറഞ്ഞു. അതുപോലെ മലക്കുകളെ കുറിച്ചിട്ടുള്ള അറിവ് ചോദിച്ചപ്പോൾ അതും ഗൈബിയായ അറിവാണ് എന്ന് ഇവിടെ സമർത്ഥിക്കുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഉസ്താദ് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ സതക്കത്തുംബാഹുൽ കാഹിരിയെ കുറിച്ചിട്ടൊരു പ്രസ്താവന നടത്തുന്നുണ്ട്. കായൽപട്ടണത്തുള്ള മസ്ജിദ് മീക്കായിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പ്രസ്താവന. അതായത് ജനങ്ങൾ മഴയ്ക്കു വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ റഹ്മത്തുള്ള കാസിമിയാണ് പ്രസംഗിച്ചത്. റഹ്മത്തുള്ള കാസിമി ജനങ്ങള് മഴയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടപ്പോ ഇദ്ദേഹം മലക്കിനെ നേരെ വിളിച്ചുവെന്നും അങ്ങനെ മീക്കായിൽ പോകുന്നതിന്റെ മുമ്പായിട്ട് മീക്കാലിനോട് സംസാരിച്ചു. അങ്ങനെ മീക്കായിൽ പോകുന്നതിന്റെ മുമ്പായിട്ട് അവർക്ക് മഴ ലഭിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതേവരെ പറഞ്ഞ എല്ലാതും ബാത്തിലാക്കി കളയുന്നു. ഒന്നുകിൽ അത് ബാത്തിലാണ്, അല്ലെങ്കിൽ ഇതേവരെ ഇപ്പൊ ഈ ഉസ്താദ് MT ദാരിമി പറഞ്ഞത് ബാത്തിൽ. ഇതിൽ രണ്ടിൽ ഏതോ ഒന്ന് ബാത്തിലാണ്. അപ്പൊ അതിലേതാണ് ബാത്തില് എന്ന് വിശദീകരിച്ചേക്കൊള്ളാം. ചോദ്യം മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഞാൻ മിക് റിലീസ് ചെയ്യുന്നു. രണ്ടും ബാത്തിലല്ല, രണ്ടും ബാത്തിൽ, രണ്ടും ഹക്കാണല്ലോ. ഏതെങ്കിലും ഒന്ന് ബാത്തിലാണ് എന്നുള്ളത് ഇസ്ലാഹി വന്നങ്ങൾ പറയാം. എന്നിട്ട് ഞാൻ വിശദീകരിക്കാം. ഒന്ന് ബാത്തിലാണത് ഏതാന്നുള്ളതാണ് അറിയാത്തത്. ഏതെങ്കിലും ഒന്ന് ബാത്തിലാണ്, അത് ഏതാന്നുള്ളത് ഞാൻ വിശദീകരിക്കണം. അതിന് അത് വിശദീകരിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. രണ്ടും ഹക്കാണ്. ഇനി അത് ഒന്ന് ബാത്തിലാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞതാണോ ബാത്തിൽ, അതോ നിങ്ങൾ വായിച്ചതാണോ ബാത്തിൽ? നിങ്ങൾ വായിച്ചതല്ല, നിങ്ങൾ കേട്ടത്. ഞാൻ പറഞ്ഞതാണോ ബാത്തിൽ, അതോ നിങ്ങൾ കേട്ടതാണോ ബാത്തിൽ? അത് നിങ്ങളുടെ വാദമാണ്. നിങ്ങളാണ് അത് നിർണയിക്കേണ്ടത്. നിങ്ങളാണ് അത് തെളിയിക്കേണ്ടത്. അല്ലാതെ നിങ്ങളൊന്ന് വാദിക്കുക, എന്നിട്ട് അതിനെ നിർണയിക്കാതിരിക്കുക, എന്നിട്ട് ഞാനത് നിർണയിച്ചു തരിക, ഞാനത് തെളിയിക്കുകയും ചെയ്യാം. അതിന് വേറെ സ്ഥലം നോക്കേണ്ടി വരും. അതിവിടെ പറ്റൂല. രണ്ടും ശരിയാണ്. മനസ്സിലായില്ലേ? ഇനി രണ്ടാലൊന്ന് ബാത്തിലാണെങ്കിൽ അത് ഏത്, എന്തുകൊണ്ട്, അതുകൊണ്ട് പറയണം. വേറൊന്നിക്ക് ഇപ്പൊ പോണ്ട. ഏത്, എന്തുകൊണ്ട്. ഹലോ, ഇവിടെ കാസിമി പറഞ്ഞ ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്യണോ വേണ്ടേ? MT ദാരിമി ഉസ്താദ് എന്ന് പറയേ. കാസിമിയുടെ ക്ലിപ്പ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യണം. കാരണം ഞാനിത് പറഞ്ഞ് വിശദീകരിക്കുന്നത് നല്ലത് അദ്ദേഹത്തിന്റെ ശരിക്കുള്ള സൗണ്ടാണ് കേൾപ്പിക്കണം. എന്താ വേണ്ട? ടെക്സ്റ്റ് അടിച്ചാൽ മതി. ഇവിടെ ആ CD വെക്കുവാന്ന് കാണണ്ട. ഓക്കെ, ഞാൻ ആ ക്ലിപ്പ് ഇവിടെ ഇടാൻ പോവാണ്. ആരെങ്കിലുമൊക്കെ ടെക്സ്റ്റ് അടിക്കുന്നതിന് നിങ്ങൾ ക്ലിപ്പിടാൻ നിൽക്കണ്ട. നിങ്ങൾ എന്നോട് ചോദിക്കുക, എന്നിട്ട് വേറുള്ളൊരു ടെക്സ്റ്റ് അടിക്കുന്നതിന് ക്ലിപ്പിടും ചെയ്യാം. ആ പരിപാടിയൊന്നും വേണ്ട. അതൊക്കെ ഒരു തരം കുതന്ത്രങ്ങളാണ്. അതൊന്നും ഒരു ശരിയായ മനസ്സിന്റെ ശൈലിയല്ല. എന്നോട് ക്ലിപ്പിടണോന്ന് ചോദിക്കുക, അപ്പൊ വേറൊരാള് ക്ലിപ്പിട്ടോളൂ എന്ന് പറയാം. എന്നാ ടെക്സ്റ്റ് ഇട്ടിട്ടുണ്ട്, എന്നാ ഞാൻ ക്ലിപ്പിടാന്ന് പറയും ചെയ്യാം. എന്നിട്ട് തീരെ സൗണ്ട് ഇല്ലാത്ത, വ്യക്തത ഇല്ലാത്ത, ശ്രോതാക്കൾക്ക് എന്താണ് പറയുന്നത് എന്ന് തിരിയാത്ത ഒരു ക്ലിപ്പിടും ചെയ്യാം. നിങ്ങൾ ക്ലിപ്പിടണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളാ പറഞ്ഞതിനെ ഞാൻ എതിർത്തിട്ടും ഇല്ല. നിങ്ങളാ പറഞ്ഞതിനെ ഞാൻ നിഷേധിച്ചിട്ടില്ലല്ലോ.
ഒരാൾ നിഷേധിക്കുമ്പോഴല്ലേ ക്ലിപ്പിടേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾ ഇത്ര ഒരു ബുദ്ധിയുള്ള ആളുകളോട് സംസാരിക്കുമ്പോ കുറച്ചെങ്കിലും ഒരു ബുദ്ധി ഉപയോഗിക്കണ്ടേ? അണ്ടത്തരം തന്നെ കാട്ടാൻ നിന്നാലോ? അപ്പൊ നിങ്ങളതിന് ക്ലിപ്പിടേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾ ആ പറഞ്ഞത് അത് ശരിയാണ്, അത് ഇസ്ലാമിന്റെ ഒരു പ്രമാണത്തോടും ഒരു വിശ്വാസത്തോടും എതിരില്ല. ഞാൻ പറഞ്ഞതിൽ ഇസ്ലാമിന്റെ പ്രമാണത്തോടോ വിശ്വാസത്തോടോ എതിരുണ്ടെങ്കിൽ അത് വിശദീകരിക്കാം. അപ്പൊ ഇതെന്താവും? റഹ്മത്തുള്ളാഹി ഖാസിമി ഉസ്താദ് പറഞ്ഞ കാര്യം അത് ശരിയായിരിക്കും. നിങ്ങൾ പറഞ്ഞ രണ്ടാലൊന്ന് ബാത്തിലാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത് ബാത്തിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെത് ശരിയാവും, അദ്ദേഹം പറഞ്ഞത് ബാത്തിലാണെങ്കിൽ എന്റേത് ശരിയാവും. ഏതാണ് ബാത്തിൽ, എന്തുകൊണ്ട്? അതാണ് നിങ്ങളോട് ചോദിച്ചത്. ക്ലിപ്പിടാനല്ല പറഞ്ഞത്. അല്ലെ, ടയർ എത്രാന്ന് ചോദിക്കുമ്പോ അരി അഞ്ഞാഴി എന്നല്ലല്ലോ പറയേണ്ടത്. ഞാൻ മൈക്ക് തരാണ്. പറഞ്ഞു തരാം. കാരണം ഇവിടെ ഞാൻ ആവർത്തിച്ച് ചോദിച്ച ചോദ്യമുണ്ട്. മഴയെക്കുറിച്ചിട്ടുള്ള അറിവ് അത് ഗൈബിയാണെന്ന് പറഞ്ഞു. അതേപോലെ മലക്കുകളെ കുറിച്ചിട്ടുള്ള അറിവ് അതും ഗൈബിയായിട്ടുള്ള അറിവാണെന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോ ഇവിടെ റഹ്മത്തുള്ളാഹി ഖാസിമിയുടെ പ്രസംഗം കായൽപട്ടണം പള്ളിയെക്കുറിച്ചും അതേപോലെ സദഖത്തുല്ലാഹിൽ കഹരിയെക്കുറിച്ചും അതേപോലെ മലക്കിനെ വിളിച്ച് മഴ ആവശ്യപ്പെട്ടതും അത് തികച്ചും 100% ബാത്തിലാണ്. MT ദാരിമി പറഞ്ഞതിനെ കുറിച്ച് എനിക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. കാരണം ഈ കാര്യങ്ങളൊക്കെ ഗൈബിയായ കാര്യങ്ങളാണ്, അത് തന്നെയാണ് പ്രമാണം. എന്നാൽ ഇവിടെ സദഖത്തും നമ്മളെ പുത്തേടം പ്രസംഗിച്ചത് അത് 100% ബാത്തിലായ കാര്യമാണ് എന്നാണ് ഞാൻ സമർത്ഥിക്കുന്നത്. നിങ്ങളുടെ ഈ പ്രസംഗം വെച്ച് തന്നെ അത് തെളിവാണ്. ഞാൻ മേഖലയിൽ അപ്പോ ഇപ്പോ ഇയാള് ഒന്ന് ബാത്തിലാണ് എന്നുള്ളത് അയാൾ തന്നെ തഴീനാക്കി. ശ്രോതാക്കൾ എല്ലാവരും കേട്ടല്ലോ. ഇസ്ലാഹി ഈ രണ്ട് കാര്യത്തിൽ നിന്ന് 2/1 ബാത്തിലാണെന്ന് പറഞ്ഞു തുടങ്ങിയ അദ്ദേഹം അത് ഏതാണ് ബാത്തിൽ എന്ന് അദ്ദേഹം പറഞ്ഞു. റഹ്മത്തുള്ളാഹി ഖാസിമി പ്രസംഗിച്ച കാര്യമാണ് ബാത്തിൽ, ഞാൻ വിശദീകരിച്ചതൊക്കെ ശരിയാണെന്നും പറഞ്ഞു. എന്ന് വെച്ചാൽ മഴ എന്ന് പറഞ്ഞാല് മഴയെ സംബന്ധിച്ചുള്ള എല്ലാ അറിവും വൈബാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഇസ്ലാഹിവൺ അങ്ങനെ മനസ്സിലാക്കരുത്. ഖുർആനിൽ പറഞ്ഞത് എന്താ പറഞ്ഞത്? മഴയെ സംബന്ധിച്ച് എന്താണ് പറഞ്ഞത്? അല്ലേ, സഹീഹുൽ ബുഖാരിയുടെ ആ ഹദീസ് ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇപ്പോ ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട്. ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് ആ മഴക്ക് ശക്തി ഉണ്ടോ, മഴക്ക് ശക്തി ഇല്ല, ഇങ്ങനെയുള്ള ഒരുപാട് അറിവുകളുണ്ട്. മഴയെ സംബന്ധിച്ചുള്ള എല്ലാ അറിവുകളും വൈബാണെന്നാ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയത്? എന്താ സഹോദരൻ, ഞാൻ പറഞ്ഞില്ലേ, ഭാവിയുമായി ബന്ധപ്പെട്ട അറിവുകളെ പറ്റിയാണ് ഈ പറഞ്ഞത്. യുനസ്സിലു, അതെ, ഫസുൽ ഫാസുവിന്റെ അതിൽ വരുന്നുണ്ട്. വലാ യഅലമു, അല്ലേ, വലാ യഅലമു മാ ഫീ ഗദിൻ ഇല്ലല്ലാഹ് വലാ യഅലമു മതാ യഅതിൽ മതറു അഹദുൻ ഇല്ലല്ലാഹ്. മഴ എപ്പോഴാണ് വരിക എന്നുള്ളത് അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. മഴ എപ്പോഴാണ് വരിക എന്നത് അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അത് അവൻ ഉദ്ദേശിച്ച ആളുകൾക്ക് അവൻ അറിയിച്ചു കൊടുക്കുകയും ചെയ്യും. അതല്ലേ ഞാൻ പറഞ്ഞത്? അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് അവൻ അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് അവന്റെ മുർസലീങ്ങളിൽ നിന്ന് അവൻ ഉദ്ദേശിച്ച ആളുകൾക്ക് അവൻ അവരെ തെരഞ്ഞെടുക്കുകയും ചെയ്യും, ഇജ്തിബാ ചെയ്യുകയും ചെയ്യും. ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദൻ ഇല്ലാ മൻ ഇർതദാ ബിർറസൂൽ. അല്ലാഹു ഇഷ്ടപ്പെട്ട മുർസലുകളെ അവൻ അവർക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്യും. മനസ്സിലായോ? അപ്പൊ ആ പറഞ്ഞത് അങ്ങനെ ഞാൻ പറഞ്ഞത്. അപ്പൊ ഭാവിയിൽ നടക്കാൻ പോകുന്ന മഴയുമായി ബന്ധപ്പെട്ട എല്ലാ അറിവും വൈബാണെന്ന് സുഹൃത്തെ മനസ്സിലാക്കരുത്. ഇനി ആ പറഞ്ഞതിനോട് സദഖത്തുല്ലാഹിൽ കാഹിരിയുടെ സംഭവം എങ്ങനെ എതിരാകും? സദഖത്തുല്ലാഹിൽ കാഹിരി മീകായിലിനോട് മഴ പെയ്യിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, മഴ വർഷിപ്പിച്ചു. അതിലെവിടെയാണ് വൈബിന്റെ വിഷയം? അവിടെ ഉള്ളത് അവിടെ വൈബ് അറിയൂല എന്ന് പറഞ്ഞ, അവൻ അറിയൂല എന്ന് വെച്ചാൽ അപ്പൊ മലക്ക് വൈബാണ്. അറിയൂല എന്ന് പറഞ്ഞ ആ വൈബിൽ മലക്ക് പെടുന്നില്ലാണ്.
സഹോദര, അറിയൂല, അല്ലാഹു മാത്രം അറിയുന്ന മഫാത്തിഹുൽ ഗൈബ് എന്ന് പറഞ്ഞ വിഷയത്തിൽ ആര് പെടൂല? മലക്കുകൾ പെടൂല. അതിൽ അള്ള ഗൈബാണല്ലോ, പക്ഷെ അള്ള വരെ പെടൂലാണ്. അള്ളാഹു ഗൈബാണ്, പക്ഷെ അള്ളാഹിന്റെ അടുക്കൽ മാത്രമേ മഫാത്തിഹുൽ ഗൈബ് ഉള്ളൂ. അപ്പൊ അള്ളാഹ് എന്ന് പറഞ്ഞ സംഗതി നമ്മക്കാർക്കും അറിയില്ലാന്ന്. വല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്ന് പറഞ്ഞ ആ ഗൈബ് നമുക്കൊക്കെ അറിയുന്ന, അതിൽ മലക്കുകൾ പെട്ടു, സ്വർഗം പെട്ടു, നരകം പെട്ടു, ഖബർ ശിക്ഷ പെട്ടു, അള്ളാഹു പെട്ടു. ഇങ്ങനെ അഖലിയും നഖലിയുമായ ദലീലുകൾ ഉള്ള അറിവുകൾ, ആ അറിവുകൾ അത് ഗൈബാണെങ്കിലും അത് മറ്റുള്ളവർക്ക് അറിയും എന്നാണ് എന്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞതേ. നിങ്ങൾ എന്റെ പ്രസംഗം മുഴുവൻ കേൾക്കാതെ എന്റെ പ്രസംഗം ശരി മറ്റേത് തെറ്റെന്ന് പറയണേ മുഴുവൻ കേൾക്കട്ടെ നിങ്ങൾ. ഇതാണ് നിങ്ങൾക്ക് പറ്റുന്ന കുഴപ്പം. നിങ്ങൾ ഒരു ചെവിയോട് കേൾക്കും, മറ്റേ ചെവിയോട് ഒഴിവാക്കും ചെയ്യും. നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും സംഭവിക്കുന്ന കുഴപ്പം ഇതാണ്. ഈ ഒരൊറ്റ കുഴപ്പമാണ് നിങ്ങൾക്കൊക്കെ ഉള്ളത്. ഒരല്പം കേൾക്കും, ബാക്കിയുള്ളത് കേൾക്കൂല. അല്ലേ? അപ്പൊ ഇതിൽ എവിടെയാണ് ബാത്തില് എന്ന് നിങ്ങൾ പറയും. ബാത്തിലാണെന്ന് പറഞ്ഞാൽ പറയും എന്തുകൊണ്ട് ബാത്തിലായി? അത് ബാത്തിലാവില്ല. ഇച്ച് ബജ്ജാ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ആണ് തെളിയിക്കണമാണ്. ഇച്ച് ബജ്ജാന്ന് കാര്യമില്ല, തെളിയിക്കണം, വിശദീകരിക്കണം. ഒരു വാദങ്ങൾ വാദിക്കുക, എന്നിട്ട് വിശദീകരിക്കും വെച്ച് ബജ്ജാന്ന് പറയാം. അത് നടക്കൂല. നയിക്ക നിങ്ങൾക്ക് തരാം. ഞാനിവിടെ കൃത്യമായിട്ട് വിശദീകരിച്ചു. അത് മനസ്സിലാവാഞ്ഞിട്ടല്ല, അത് മനസ്സിലായി എന്ന് പറഞ്ഞാൽ കാസിമിയെ തള്ളേണ്ടി വരും. ഇവിടെ തന്നെ നിങ്ങൾ തന്നെയല്ലേ ഞാൻ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചപ്പോ പറഞ്ഞത് മഴയെ കുറിച്ചിട്ടുള്ള അറിവ് ഗൈബിയായിട്ടുള്ള അറിവാണ്, മലക്കുകളെ കുറിച്ചിട്ടുള്ള അറിവ് ഗൈബിയായിട്ടുള്ള അറിവാണ്. മാത്രമല്ല മലക്കുകളെ കുറിച്ച് എന്താ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്? മലക്കുകൾ മനുഷ്യന്മാരെ കൽപ്പനക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരെന്നാ പറഞ്ഞത്? അത് അള്ളാഹുവിന്റെ കൽപ്പനക്കനുസരിച്ച് പ്രവർത്തിക്കരുതെന്നോ? മലക്കുകളെ കുറിച്ച് വളരെ കൃത്യമായിട്ട് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണെന്ന്. അപ്പൊ നിങ്ങൾ വിഷയം മാറ്റണ്ട. മലക്കുകൾ എങ്ങനെ പ്രവർത്തിക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ ചർച്ച, വൈബാണ് ഇവിടുത്തെ ചർച്ച. മലക്കുകൾ എങ്ങനെ പ്രവർത്തിക്കുക, മനുഷ്യന്മാരുടെ അപേക്ഷ മലക്കുകൾക്ക് അത് സ്വീകരിക്കുമല്ല, അത് വേറൊരു കാര്യമാണ്. മനുഷ്യന്മാരെ കൽപ്പിക്കാന്നൊന്നും ആരും പറയണ്ട. കൽപ്പിക്കുക എന്ന് പറയുമ്പോ ഉന്നതത്തിൽ നിന്ന് താഴേക്കടയിലുള്ളവരോട് പറയുന്ന കാര്യത്തിനെ പറ്റിയ കൽപ്പന എന്ന് പറയാം, അമ്രു എന്ന് പറയാം. ഇവിടെ കൽപ്പിച്ചു എന്ന് പറയുന്നത് എന്തിനാങ്ങള്? അപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ പോരെ? മലക്കുകൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമേ ജീവിക്കുകയുള്ളൂ, അല്ലേ? അതിനർത്ഥം ഈ മലക്കുകൾ തമ്മിൽ ജിബ്രീൽ മീകായിലിനോടൊരു കാര്യം പറഞ്ഞു, മീകായിൽ ഇസ്രാഫീലിനോടൊരു കാര്യം പറഞ്ഞു, എന്നാ കേൾക്കൂലെന്ന് അതിന്റെ അർത്ഥം. എന്താണ് ഈ പറയുന്നത്? ഇനി മലക്കുകൾ മാത്രമല്ല, നബിമാരും അങ്ങനെ തന്നെയല്ലേ? അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മാത്രമേ അവർ സംസാരിക്കുള്ളൂ. വമാ യംതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അപ്പൊ ഇനി നമ്മൾ പറയണതൊന്നും റസൂല പറയില്ലാന്ന്, സ്വഹാബത്ത് എന്തെങ്കിലും റസൂലിനോട് ചോദിച്ചാൽ പറയില്ലാന്ന് അതിനർത്ഥം. എന്താ നിങ്ങൾ ഇത്ര അന്തം വിട്ട ആൾക്കാരാകണത്? ഇതിനല്ലേ അന്തം കമ്മി എന്ന് പറയാം. ഇവിടെ അതൊന്നല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ സദഖത്തുല്ലാഹിൽ ഖാഹിരി, മഴ പെയ്യിപ്പിക്കാൻ വേണ്ടി മീകായിലിനോട് പറഞ്ഞു കൊടുത്ത് എവിടെയാണ് വൈബ്? മീകായിലിനെ കണ്ടതാണോ വൈബ്? അങ്ങനെയാണെങ്കിൽ ആ വൈബ് ഭാവിയിൽ എപ്പോഴാ മഴ പെയ്യ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള അറിവ് വൈബാണ്. അങ്ങനത്തെ ഒരു വിഷയം അവിടെ വന്നിട്ടില്ല. സദഖത്തുല്ലാഹിൽ ഖാഹിരിയുടെയും മീകായിലിന്റെയും വിഷയത്തിൽ ഭാവിയിൽ എപ്പോഴാ മഴ പെയ്യ എന്നുള്ളത് സദഖത്തുല്ലാഹിൽ ഖാഹിരി പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ആ ചരിത്രത്തിൽ അങ്ങനെ ഒരു പദമുണ്ടോ? ഉണ്ടെങ്കിലല്ലേ മഴയുമായി ബന്ധപ്പെട്ട് വൈബിന്റെ ഒരു സംഭവം അവിടെ ഉണ്ട് എന്ന് പറയുള്ളൂ. അപ്പൊ അതവിടെ നിൽക്കുക. അത് അങ്ങനെ മഴയുമായി ബന്ധപ്പെട്ടൊരു വൈബ് അവിടെ വരുന്നില്ല. ഇനി മലക്കിനെ കാണുക, മലക്കിനെ കേൾക്കുക, മലക്കുമായിട്ട് മുഖാതബത്ത് ചെയ്യുക, മലക്കിന്റെ സൗണ്ട് കേൾക്കുക, അല്ലെ, മലക്കിന്റെ സൗണ്ട് കേൾക്കുക, ഇതൊക്കെ വൈബുമായി ബന്ധപ്പെട്ട അറിവാണ്. അപ്പൊ ഈ സദഖത്തുല്ലാഹിൽ ഖാഹിരി ഇസ്രാഫീൽ അലൈഹി ഇസ്ലാമിനെ കാണുക, സംസാരിക്കുക എന്നുള്ളത് ഗൈബിന്റെ അറിവാണ്, ഗൈബിന്റെ കാഴ്ചയാണ്, ഗൈബിന്റെ കേൾവിയാണ്. അതിലെന്തത്ര വിരോധാഭാസമുള്ളത്? പിന്നെ വേറൊരാളുടെ കൽപ്പന അല്ലെങ്കിൽ വേറൊരാളുടെ അഭ്യർത്ഥന അതനുസരിച്ച് മലക്ക് പ്രവർത്തിക്കൂലേ എന്നുള്ളത് ഇന്നത്തെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട വിഷയമല്ല. അത് ഇന്നത്തെ സബ്ജക്റ്റുമായി അതിന് ബന്ധമില്ല. ഗൈബ് എന്നുള്ള സബ്ജക്റ്റുമായിട്ട് അത് ബന്ധമില്ല. മലക്കുകൾ ആരൊക്കെ പറഞ്ഞാലാ കേൾക്കുക,
മലക്കുകൾ ആരുടെയൊക്കെ കൽപ്പനകൾക്കനുസരിച്ച് പ്രവർത്തിക്കുക, അതൊക്കെ വേറെ സംഗതികളാണ്. മനസ്സിലായോ? ഇപ്പോ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ എന്തെല്ലാം കാര്യങ്ങൾ റസൂൽ ചോദിക്കുന്നുണ്ട്. അതാരാണ്, ഞാൻ ആ കണ്ടത് ആരാന്ന് പറഞ്ഞു തരുമോ ജിബ്രീലേ, ഇതാരാണെന്ന് പറഞ്ഞു തരുമോ ജിബ്രീലേ എന്നൊക്കെ ജിബ്രീലിനോട് ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പൊ വൈബ, ഒരു വിഷയം ചോദിച്ചറിയാന്നുള്ളത് വൈബ. എവിടുന്നാ വരുന്നത് നിങ്ങളൊക്കെ? എന്റെ പ്രസംഗത്തോട് സദഖത്തുല്ലാഹിൽ കാഹിരിയുടെ ഈ സംഭവം ഏത് നിലക്കാണ് മുആറള ചെയ്യുന്നത് അതിങ്ങോട്ട് പറയും. വൈബ് എന്നുള്ള എന്റെ സബ്ജക്റ്റുമായിട്ട് അത് എങ്ങനെ ഇടയുന്നു അതിന് പറയും. നിങ്ങളെ വെറുതെ വിടാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. വളരെ ബോധപൂർവം തന്നെയാണ് മലക്കുകളുടെ പ്രവർത്തനത്തെ കുറിച്ച് പറഞ്ഞത്. അത് വിഷയമല്ല എങ്കിലും, കാരണം ഈ നിങ്ങളുടെ ഈ പ്രസംഗികനുണ്ടല്ലോ, അതായത് മുത്തേടം, അദ്ദേഹത്തിന്റെ പ്രസംഗം 100% ബാത്തിലാണ് എന്നതിന് ഒരു തെളിവ് കൂടി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ മലക്കുകൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് അങ്ങനെയൊന്നും വിടൂല. അത് വിഷയവുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും 100% ബാത്തിലാകാൻ വേണ്ടിയാണ്. അതല്ലല്ലോ നിങ്ങൾ പറഞ്ഞത്. എന്റെ പ്രസംഗത്തിനോട് എതിരുണ്ട് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതെവിടെയാണ് എന്റെ ചോദ്യം? എന്റെ പ്രസംഗത്തോട് എതിരുള്ളത് എവിടെയാണ്? ആ വിഷയത്തിൽ ഒതുങ്ങിയിട്ട് സംസാരിക്കണം. നിങ്ങളെ മുജാഹിദുകൾക്കുള്ളൊരു സ്ഥിരം സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വിഷയത്തിൽ ഒതുങ്ങൂല. ഒരു വിഷയം സംസാരിക്കുമ്പോൾ അത് മറന്ന് അടുത്ത ചോദ്യത്തിന് ആദ്യം പറഞ്ഞത് മറന്നിട്ടുണ്ടാവും. അത് വേറൊന്നായിരിക്കും. ഇപ്പോ മലക്കാളെ കാണുക എന്നുള്ളത് വൈബല്ലേ? മലക്കാളെ കാണുക എന്നുള്ളത് വൈബാണ് എന്ന് ഞാൻ പറഞ്ഞു. സദഖത്തുല്ലാഹിൽ കാഹിരി മീകായിൽ അലി ഇസ്ലാമിനെ കണ്ടു, സംസാരിച്ചു. എന്താണ് അവിടെ പ്രശ്നമുള്ളത്? എന്താണ് ഈ വൈബ് എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് ഇസ്ലാമിക പ്രമാണങ്ങളിലോട് അവിടെ വൈരുദ്ധ്യം വന്നത് എന്നാണ് എന്റെ ചോദ്യം. അത് വിശദീകരിച്ചതിന് ശേഷം നിങ്ങൾക്ക് അടുത്ത വിഷയമായിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ചർച്ച പോകാം. മീകായിലിനോട് സദഖത്തുല്ലാഹിൽ കാഹിരി ഒരു കാര്യം പറയുമ്പോ അതെങ്ങനെയാ മീകായിൽ ചെയ്യോ? അല്ലാഹു പറഞ്ഞത് മാത്രമേ മീകായിൽ ചെയ്യുള്ളൂ, വേറെ മനുഷ്യന്മാർ പറയുന്നതൊന്നും മീകായിൽ ചെയ്യൂല എന്നൊക്കെയുള്ള വാദം. അത് വൈബുമായി ബന്ധപ്പെട്ട ചർച്ചയല്ല. അത് ഇൻഷാ അല്ലാഹ് അടുത്ത വിഷയത്തിലേക്ക് നമുക്കിത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സമയം തരാം. ഞാനും ഉണ്ട് ഇവിടെ ഹയാത്തിന്, നിങ്ങളും ഉണ്ടല്ലോ ഹയാത്തിന്. നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങളൊരു വിഷയത്തിൽ ഒതുങ്ങി നിങ്ങളെ വിടാൻ പോകുന്നില്ല. അപ്പൊ എന്റെ ചോദ്യം ആവർത്തിക്കുന്നു. നിങ്ങളാണ് വാദം കൊണ്ടുവന്നത് 2-1 ബാത്തിലാണ്, അത് സദഖത്തുല്ലാഹിൽ കാഹിരിയുടെ സംഭവമാണ് ബാത്തില് എന്ന് നിങ്ങൾ പറഞ്ഞു. എങ്ങനെ അത് എന്റെ വൈബുമായി ബന്ധപ്പെട്ട വിഷയവുമായി അത് ഇടയുന്നു? അതാണ് എന്റെ ചോദ്യം. അതിങ്ങോട്ട് പറയും. എന്നിട്ട് പിന്നെ അള്ളാഹുവിന്റെ കൽപ്പന മാത്രമേ മലക്കുകൾ ചെയ്യുള്ളൂ എന്നുള്ള വിഷയം, അത് വൈബുമായി ബന്ധപ്പെട്ടതല്ല സഹോദര. അത് വൈബുമായി ബന്ധപ്പെട്ട് ഈ ചരിത്രത്തിൽ എവിടെയാണ് കുഴപ്പമുള്ളത് എന്ന് പറയും. കുറെ കാലമായി നിങ്ങളിത് തുടങ്ങിയിട്ട്. അപ്പൊ നേർക്കുനേരൊന്ന് സംസാരിച്ചു നോക്കുക. മലക്കുകൾ ആരുടെ കൽപ്പന പ്രകാരം പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഗൈബിന് തെളിവായിട്ട് ഞാൻ പറഞ്ഞതല്ല. അതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ കാസിമിയുടെ പ്രസംഗത്തിലെ ഓരോ വരിയും ബാത്തിലാണെന്നാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട്? ഓരോ വരിയും എവിടെ ബാത്തിലാണോ? ഓരോ അക്ഷരം ബാത്തിലാണോ? ബാത്തിലാണെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം നിങ്ങളിപ്പോ ഖുർആൻ മുഴുവൻ ബാത്തിലാന്ന് പറഞ്ഞാലും അതും ഞങ്ങൾ കേൾക്കണം എന്നാ. ഖുർആന്റെ മുഴുവൻ വരിയും ബാത്തിലാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ബാത്തിലെന്ന് ആണ് ചോദ്യം. ഇവിടെ ഗൈബുമായി ബന്ധപ്പെട്ട എന്റെ പ്രസംഗത്തോട് ഇദ്ദേഹം പറഞ്ഞത് ശരിയല്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അത് എന്തുകൊണ്ട് ശരിയല്ല? ഒന്ന് പറയാൻ വിടൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ചോദ്യത്തിന് മറുപടി പറയണം, അല്ലെങ്കിൽ അവിടെ ഡോട്ട് വരും. അത് നിങ്ങളുടെ സ്ഥിരം അടവും നിങ്ങളുടെ തന്ത്രമൊക്കെ കുറേ വേദികളിൽ നമ്മൾ കണ്ടതാണ്. ഒരു വിഷയത്തിൽ ഒതുങ്ങൂല. ഒരു വിഷയത്തിൽ നിങ്ങൾ തോൽക്കുക എന്ന് കണ്ടാലും മറ്റൊന്നിലേക്ക് ചാടുക എന്നുള്ളത് നിങ്ങളുടെ സ്ഥിരം പല്ലവിയാണ്. അത് നിങ്ങളുടെ ഒരു തൊഴിലാണ്. ഞങ്ങൾക്കത് ശരിക്കറിയാം. അതുകൊണ്ടാണ് ഡോട്ട് ഉള്ളത്. ഡോട്ട് ഇപ്പൊ ഒഴിവാക്കി തരും.
അങ്ങനെ നമ്മൾ നോട്ടിട്ട് കാണ്ട് കുളിപ്പിച്ച് കടത്തല്ല ചെയ്യണത്. നിങ്ങൾക്ക് നാടോട്ട് ഒഴിവാക്കി തന്നു. അപ്പൊ എന്താണ് ഇവിടെ സദഖത്തുല്ലാഹിൽ ഖാഹിരിയുടെ ഈ ഉദ്ധൃത സംഭവത്തിൽ ഗൈബുമായ ബന്ധപ്പെട്ട ഇസ്ലാമിക വിശ്വാസത്തിനോട് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പ്രമാണത്തോട് എതിര് എവിടെയാണ് അതൊന്നും പറയാതെ ഓരോ വരിയിലുള്ള ബുത്തുലാനും ആ കാര്യങ്ങളല്ല ചോദിച്ചത്. ഒയ്ബുമായി ബന്ധപ്പെട്ട് എന്റെ സബ്ജക്ട് ഒയ്ബാണ് കണ്ടോ. ആദർശ പഠന ക്ലാസ് ഇൽമുൽ ഒയ്ബ് എന്ന് മുകളിൽ എഴുതിയത് കണ്ടില്ലേ? അതുമായി ബന്ധപ്പെട്ട് അത് ബാത്തിലാണെന്ന് നിങ്ങൾ പറഞ്ഞു തുടങ്ങിയത്. എവിടെയാണ് ബാത്തിൽ? അത് കൊണ്ട് പറയാതെ വിടില്ല. അത് കഴിഞ്ഞിട്ട് അടുത്തേക്ക് കടക്കാം. നിങ്ങളെ അവസരം ഒഴിവാക്കുന്നില്ല കേട്ടോ. അതെ അതെ, കൈബന്ധിച്ചു. എന്താണ് ബാത്തിൽ എന്നുള്ളത് നിങ്ങളെ കൊണ്ട് തന്നെ ഞാനിവിടെ പറയിച്ചിട്ടുണ്ട്. ഞാനിവിടെ ആവർത്തിച്ച് ടെക്സ്റ്റ് അടിച്ചിട്ട് ഞാൻ ചോദിച്ചു മഴയെ കുറിച്ചിട്ടുള്ള അറിവ് അത് ഗൈബാണെന്ന് പറഞ്ഞു. അതുപോലെ മലക്കുകളെ കുറിച്ചിട്ടുള്ള അറിവ് അത് ഗൈബാണെന്ന് പറഞ്ഞു. ഇവിടെ ഈ സദഖത്തുല്ലാഹിൽ ഖാഹിരിയുടെ സംഭവത്തില് ഈ ഗൈബിയായ രണ്ട് കാര്യത്തെയും അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം നിർവഹിക്കുകയാണ്. മീക്കായിനെ വിളിക്കുകയാണ്. അദ്ദേഹം വിളിച്ചിട്ട് കൽപ്പിക്കുകയാണ്. നിങ്ങൾ പറയുന്ന മലക്കുകളെ കുറിച്ചുള്ള അറിവ് ഗൈബാണ്. മീക്കായിനെ വിളിച്ചിട്ട് അദ്ദേഹം ഓർഡർ കൊടുക്കുന്ന പോലെയാണ് നിങ്ങളുടെ കാസിമിയുടെ പ്രസംഗത്തിലുള്ളത്. ക്ലിപ്പ് നിങ്ങൾ ഇവിടെ വെച്ചപ്പോൾ ക്ലിയർ ഇല്ല എന്നാ പറഞ്ഞത്. മാത്രമല്ല അദ്ദേഹം പോകുന്നതിന് മുമ്പാണ് മഴയും കിട്ടിയെന്നാ പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ പ്രസംഗത്തിൽ വന്ന മഴയുമായി ബന്ധപ്പെട്ട കാര്യം, അതേപോലെ മലക്കുമായി ബന്ധപ്പെട്ട കാര്യം, ഈ രണ്ടും ഞാൻ നിങ്ങളോട് ആവർത്തി ചോദിച്ചിട്ടാണ് ഞാനിത് ഉറപ്പാക്കിയത്. എന്നിട്ടാണ് ഞാൻ പറഞ്ഞ രണ്ടിലൊന്ന് ബാത്തിലാണ് എന്നുള്ളത്. ഈ മലക്കുകളെ കുറിച്ചിട്ടുള്ള അറിവ് ഗൈബാണ്, അതുപോലെ മഴയെ കുറിച്ചിട്ടുള്ള അറിവ് അതും ഗൈബാണെന്ന് നിങ്ങൾ പറഞ്ഞു. അത് ഞാനും അംഗീകരിക്കുന്നു. പക്ഷെ ഇവിടെ ഈ സദഖത്തുല്ലാഹിൽ ഖാരിയുടെ സംഭവത്തിൽ ഈ രണ്ട് കാര്യങ്ങളും അദ്ദേഹം ആകെ നിഷേധിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അതിനൊരു ഒരു തെളിവ് കൂടി കിട്ടാൻ വേണ്ടി ഒരു സ്ട്രോങ്നെസ് കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. മാത്രമല്ല മലക്കുകൾ പ്രവർത്തിക്കുന്നത് മനുഷ്യന്റെ കൽപ്പന പ്രകാരമല്ല, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 100% ഈ നിങ്ങളുടെ കാസിമിയുടെ പ്രസംഗം നിങ്ങൾ ആ പറഞ്ഞ അവിടെ നിൽക്കും. മറ്റേ വിഷയം നമ്മൾ അതിന് ചാൻസ് തരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ എന്താ വെച്ചാല് ഭാവിയിൽ മഴ എപ്പോൾ പെയ്യും എന്നുള്ള കാര്യം, മഴയുമായി ബന്ധപ്പെട്ട എല്ലാ വിജ്ഞാനങ്ങളും വൈബാണെന്ന് ഒരു ഇസ്ലാമിന്റെ ദർശനത്തിലില്ല സഹോദര. നിങ്ങളെ നാട്ടിൽ മഴ പെയ്യുമ്പോ മഴ പെയ്യുമ്പോ നല്ല ശക്തിയുള്ള മഴയാണെന്ന് ആൾക്കാർ പറയാറില്ലേ? അതൊക്കെ വൈബാന്നാ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? മഴ എന്ന് കേൾക്കുമ്പോഴത്തിനൊക്കെ വൈബാണ് എന്നാ എന്ത് പൊട്ടത്തരായി പറയുന്നത്? സഹീഹുൽ ബുഖാരിയുടെ ഹദീസിലുള്ളത് മഴ എപ്പോഴാണ് പെയ്യുക എന്നുള്ള അറിവ് വൈബാണ്. മഴ എപ്പോഴാണ് പെയ്യുക എന്ന അറിവ് വൈബാണ്. സദഖത്തുല്ലാഹിൽ ഖാഹിരി ആ ചരിത്രത്തിൽ ഇന്ന സമയത്ത് മഴ പെയ്യുമെന്ന് പറയുന്നുണ്ടോ? അങ്ങനെ പറയുന്നുണ്ടോ? എങ്കിലല്ലേ മഴയുമായി ബന്ധപ്പെട്ട ആ ചരിത്രത്തിൽ വൈബിന്റെ വിഷയം വരുന്നുള്ളൂ. നിങ്ങൾ തീരെ അന്തല്ലാതെ സംസാരിക്കരുത്. പിന്നെ രണ്ടാമതായിട്ട് പിന്നെന്താണ്, ഇസ്രാഫീൽ അലി ഇസ്ലാമിനെ കണ്ടു സംസാരിച്ചു എന്നുള്ള വിഷയമാണുള്ളത്. ഇസ്രാഫീൽ അലി ഇസ്ലാമിനെ കണ്ടു സംസാരിച്ചു, അത് വൈബാണ്, ശരിയാണ്, സമ്മതിച്ചു, അത് വൈബാണ്. അപ്പൊ മലക്കുകളെ കാണുക, ഇസ്രാഫീലിനെ തെറ്റിപ്പോയതാണ് മീക്കായിൽ, അത് എന്റെ വാക്ക് തെറ്റിപ്പോയതാണ്. മീക്കായിൽ അലി ഇസ്ലാം, മീക്കായിൽ അലിഹിസ്സലാമിനെ കണ്ടു സംസാരിച്ചു എന്നുള്ളത് വൈബാണ്. രണ്ടും വൈബാണ്. ഞാൻ പറഞ്ഞത് വൈബാണ്. സദഖത്തുല്ലാഹിൽ ഖാഹിരിയുടെ സംഭവം വൈബാണ്. ഇതിപ്പോ എന്താണ് ഒന്ന് തെറ്റ? രണ്ടും വൈബാന്ന് തന്നെയല്ലേ പറയണത്? ഒന്ന് വൈബല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഒന്ന് വൈബല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? അത് തെറ്റാന്ന് പറയാം. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറയുന്ന രണ്ടും വൈബാണെന്നാ പറയണത്. മലക്കുകളെ സംബന്ധിച്ചുള്ള അറിവ് വൈബാണ്. മലക്കുകളെ ശബ്ദം കേൾക്കുക എന്നുള്ളത് വൈബിന്റെ കേൾവിയാണ്. മലക്കുകളെ കാണുക മലക്കുകളെന്ന് പറഞ്ഞാൽ മലക്ക് മനുഷ്യവേഷം കെട്ടി വരുന്ന ആ കാഴ്ചയല്ല കേട്ടോ, അത് നമ്മൾ മനസ്സിലാക്കണം. മലക്ക്
എല്ലാവർക്കും ഇപ്പൊ ജിബ്രീൽ അലൈഹി ഇസ്ലാം എന്തായി ഒരു അപരിചിതനായ മനുഷ്യന്റെ വേഷത്തിൽ സ്വഹാബത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു, നബിയുടെ മുമ്പിൽ. അതിനെ സംബന്ധിച്ചല്ല പറയുന്നത്. മറ്റാർക്കും കാണാൻ പറ്റാത്ത രൂപത്തിൽ ആയിഷാ ബീവിന്റെ സംഭവം ഞാൻ ഉദ്ധരിച്ചല്ലോ. ജിബ്രീൽ അലൈഹി ഇസ്ലാം അവിടെ സദസ്സിൽ വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കാണുന്നു. പക്ഷെ ആയിഷാ ബീവി കാണുന്നില്ല. ഇതുപോലുള്ള കാഴ്ച, അതാണ് വൈബ് എന്ന് പറയുന്നത്. അത് വൈബാന്നല്ലേ ഞാനും പറയുന്നത്. അത് ഇസ്രാഫീൽ അലി ഇസ്ലാം അല്ല, അത് തെറ്റിപ്പോയി. മീകായിൽ അലി ഇസ്ലാമും സദഖത്തുല്ലാഹിൽ കാഹിരിയും തമ്മിലുള്ള സംഭാഷണത്തിൽ ആ രൂപത്തിലാണ് സംഭവിച്ചതെങ്കിൽ അത് വൈബ് തന്നെയാണ്. അത് വൈബ് തന്നെയാണ്. അതിന് ഇസ്ലാഹി വണ്ണുണ്ടല്ലോ, ഇസ്ലാഹി വണ്ണിനും ആ വൈബ് ഉണ്ടാവും. എപ്പോഴെന്നറിയോ? ഇസ്ലാഹി വണ്ണ് മരിക്കുന്ന സന്ദർഭത്തിൽ റൂഹ് പിടിക്കാൻ വേണ്ടി അസ്രായിലും കൂട്ടരും വരുമല്ലോ. അപ്പോ നിങ്ങളെ കുടുംബക്കാരൊക്കെ നിങ്ങളെ ചുറ്റിലും ഉണ്ടാവും ഒരു പക്ഷേ. അവരാരും അവരെ കാണൂല, നിങ്ങളിങ്ങനെ കാണും ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് അവിടെ വൈബിന്റെ കാഴ്ച ഉണ്ട്. അതിനിപ്പോ എന്താ തെറ്റുള്ളത്? ഞാൻ ആ പറഞ്ഞതിലോ നീ സ്വതക്കത്തുള്ളാഹിൽ കാഹിരി പോട്ടെ, ഇസ്ലാഹി വണ്ണും വൈബ് കാണും. ഇസ്ലാഹി വണ്ണ് മരിക്കുന്ന സന്ദർഭത്തിൽ വൈബ് കാണും കേട്ടോ, മലക്കുകളെ കാണും. നിങ്ങൾക്ക് കാണൂലെന്ന് വിശ്വാസം ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടെങ്കിൽ അത് പറയും. അപ്പൊ ഇസ്ലാഹി വണ്ണ് മരണവേളയിൽ വൈബിനെ കാണുക എന്നുള്ളത് നിന്റെ പ്രസംഗത്തോട് ഇടയുന്നുണ്ടോ? പറയും. എന്താണ് നിങ്ങളെ വിശ്വാസം? അത് പറയുന്ന പറഞ്ഞത്. ഇസ്ലാമിനേറ്റാ കളിച്ചത്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. മരണ സമയത്ത് മലക്ക് വരുന്നത് റസൂലുള്ള പഠിപ്പിച്ചതാണ്. അത് വിശ്വസിക്കലും മുസ്ലിങ്ങളുടെ കടമയാണ്, നിർബന്ധമാണ്. അത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മലക്ക് വരും, അത് കാണും ചെയ്യും. പക്ഷെ അതല്ലല്ലോ ഇവിടുത്തെ വിഷയം, അതല്ലല്ലോ. ഇവിടെ മലക്ക് ഇങ്ങോട്ട് വന്ന് കാണുന്നതല്ലല്ലോ ഇവിടെ വിഷയം. ഇവിടെ മലക്കിനെ അങ്ങോട്ട് വിളിച്ചു വരുത്തുകയാണ്, എന്നിട്ട് മലക്കിനോട് സംസാരിക്കുകയാണ്. മലക്കോടുള്ള സംസാരം കഴിയുകയെന്ന് ഇടക്കിടക്ക് ഉസ്താദ് പറയും. എന്നാ ഈ മലക്കിനെ ഇങ്ങോട്ട് വിളിക്കുകയാണ്, മീക്കായിനെ ഇങ്ങോട്ട് വിളിക്കുക. വിളിച്ചിട്ട് എന്താ പറയുന്നത്? മഴ വേണം എന്നാണ്. മഴ വേണമെന്ന്. അപ്പൊ അതാ ഞാൻ ചോദിച്ചു, മഴയെ കുറിച്ചിട്ടുള്ള അറിവ് അത് ഗൈബാണ്. അതൊന്നും മൂപ്പരിക്കൊരു വിഷയമല്ല. മൂപ്പര് വിളിക്കുകയാണ്, മഴന്റെ മലക്കിനെ ഇങ്ങോട്ട് വിളിക്കുക, എന്നിട്ട് പറയാം മഴ വേണം. എന്നിട്ട് മൂപ്പര് പോണീന്റെ മുമ്പ് അസർ നിസ്കാരം കഴിഞ്ഞ് മലക്ക് പോണിന്റെ മഴ പെയ്യ. ഇതൊക്കെ ഒരു മലർവാടി കഥ പോലെ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബാത്തിലാന്ന് പറഞ്ഞു. സഹോദര, അത് ബാത്തിലാകുന്നത് വൈബ് എന്നുള്ള നിലയ്ക്ക് എങ്ങനെ അത് ബാത്തിലാകുന്നത് എന്നാ ചോദ്യം. അതിന് വിശദീകരിക്കുക. വൈബ് പിന്നെ വൈബായ ഒരു സംഗതിയെ കണ്ടു, ആ കാഴ്ച ഇസ്ലാമിന്റെ പ്രമാണം, അത് വൈബ് അറിയൂല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വൈബും ഒരാൾക്കും അറിയിച്ചു കൊടുക്കൂല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? എങ്കിലല്ലേ അത് ഒരു തെളിവായിട്ട് പറയാൻ പറ്റുള്ളൂ. ഇവിടെ മലക്കിനോട് മഴ വേണം എന്ന് പറഞ്ഞു, അത് വൈബ? മഴ വേണം എന്ന് പറയുന്നത് വൈബാണോ? എന്ത് വിഡ്ഢിത്താണ് ഈ പറയുന്നത്? നിങ്ങൾക്ക് വൈബും അറിയില്ല, ഷഹാദത്തും അറിയില്ല, ഇൽമും അറിയില്ല, അറിയില്ല എന്നും അറിയില്ല അല്ലേ? എന്താണ് ഈ പറയുന്നത്? മഴ വേണം എന്ന് പറയുന്നത് വൈബ? ഭാവിയിൽ മഴ എപ്പോഴാണ് പെയ്യുക എന്നറിയുക എന്നുള്ള അറിവിനെ സംബന്ധിച്ച് വൈബ് എന്ന് പറയും. മഴ വേണം എന്ന് പറയുന്നത് വൈബാണ് എന്ന് ഏതെങ്കിലും ഒരു കിതാബിൽ പറഞ്ഞിട്ടുണ്ടോ? മഴ വേണം എന്ന് പറയുന്നത് വൈബാണ് എന്ന് ഏതെങ്കിലും കിതാബിൽ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ മലക്കുകളെ മറ്റുള്ളവർക്ക് കാണാത്ത രൂപത്തിൽ മലക്കിനെ കാണുക എന്നുള്ളത് വൈബാണ്. ആയിക്കോട്ടെ, അത് വൈബാണിന് എന്താ കുഴപ്പമെന്നാ ചോദിച്ചത്. അത് വൈബാണിന് എന്താ കുഴപ്പം? അതൊരു അദൃശ്യ ജ്ഞാനമാകുന്നതിന് എന്താണ് നിങ്ങൾക്ക് കുഴപ്പം വരുന്നത്? എന്താ കുഴപ്പം വരുന്നത്? പിന്നെ മലക്കാള് ഔലിയാക്കളെടുത്ത് ഇറങ്ങൂല എന്നാണ് ഞങ്ങളെ അഭിപ്രായം. അത് ഖുർആന്റെ നെസ്സിനെതിരാണ്. ഖുർആന്റെ നെസ്സിനെതിരായ കാഫിറായി പോകുമല്ലോ എന്നുള്ള ഭയപ്പെട്ടുള്ളൂ. സൂറത്ത് ഫുസ്സിലത്തൊക്കെ ഒന്ന് ഓതിയാൽ മതി, അതിലുണ്ട് ഔലിയാക്കളെ മേലും മലക്കുകൾ ഇറങ്ങി വരും എന്നുള്ളത്. മനസ്സിലായോ? ഇസ്തിഖാമത്തിലായി ജീവിക്കുന്ന ആളുകളുടെ അടുക്കൽ മലക്കുകൾ ഇറങ്ങി വരും. അന്നത് ലഹുമുൽ ബുശ്റ ഫിൽ ഹയാത്തി ദുനിയ വൽ ആഖിറ. ദുന്യവിയായ ജീവിതത്തിലും ആഖിറത്തിന്റെ ജീവിതത്തിലും നിങ്ങൾക്ക് സന്തോഷ വാർത്ത ഉണ്ട് എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യും. എന്താ അതിന് ഇത്ര കുഴപ്പമുള്ളത്?
ആ വൈബായ മലക്കുകൾ ഇസ്തിഖാമത്തിലായി ജീവിച്ച ആളുകളുടെ അടുക്കൽ ഇറങ്ങി വരുന്നുള്ളത് ഖുർആനിന്റെ നെസ്സാണ്. ആ നെസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ ഈ മുജാഹിദീങ്ങൾ പ്രസംഗിക്കുന്ന പ്രസംഗത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ അതിന്റെ പരിഭാഷ മാത്രം വരും. എന്താ പറഞ്ഞത്? മറിയം ബീവി നബി അല്ലല്ലോ, എന്നിട്ട് മലക്ക് വന്നില്ലേ? അങ്ങനെ നൂറുകണക്കിന് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇതിൽപ്പെട്ട എല്ലാ ചോദ്യങ്ങളും ഇവിടെ ചോദിക്കേണ്ട ആവശ്യമില്ല. എന്റെ ചോദ്യം, ഈ പ്രശ്നത്തിൽ മഴ വേണം എന്ന് പറയുന്നത് ആ ഒരു പറച്ചില് വൈബല്ല, അതൊരു പറച്ചില് മാത്രമാണ്. അതേ സമയത്ത് മലക്കിനെ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കാതെ ഒരാൾ മാത്രം കാണുക, ഏതുപോലെ ഇസ്ലാഹി വണ്ണ് മരിക്കുന്ന സന്ദർഭത്തിൽ ചുറ്റിലുള്ള ആൾക്കാർ മലക്കിനെ കാണുന്നില്ല, അതേ സമയത്ത് ഇസ്ലാഹി വണ്ണ് മലക്കിനെ കാണുകയാണ്. അത് വൈബാണ്. ഇസ്ലാഹി വണ്ണിന് ഉള്ള ഒരു വൈബാണിത്. അതേപോലെ ഒരു വൈബ് അവിടെ സംഭവിക്കുന്നു എന്നേ ഉള്ളൂ. ഇത് ഇസ്ലാമിന്റെ വിശ്വാസ പ്രമാണത്തോട് എവിടെയാണ് എതിരുള്ളത് എന്ന ചോദ്യം. അതുകൊണ്ട് പറയും. വെറുതെ തൊള്ളപ്പൊട്ടിങ്ങനെ അടിച്ചാ പോരാ. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. പുസ്തകത്തിൽ നിങ്ങൾ പറഞ്ഞ സമയത്ത് മാത്രമല്ല, പള്ളിയില് ഇമാം അമ്മൂമായി നിസ്കരിക്കുമ്പോ ആ സെഫിലും മലക്കുകളുണ്ട്. അത് കാര്യം ഇവിടെ നിഷേധിച്ച് മലക്കുകൾ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതിനെ കുറിച്ച് ഒരു ചോദ്യം ഇവിടെ ഇല്ല. എന്നാൽ ഇവിടെ ഈ ഗൈബിയായ മലക്കിനെ നിങ്ങളാണ് വിളിക്കുകയാണ്. നമ്മളെ കാൽപട്ടണത്തുകാരൻ അദ്ദേഹം വിളിക്കുകയാണ് ഈ മലക്കിനെ. വിളിച്ചിട്ട് പറയണം മഴ വേണം, അല്ലാതെ ഇവിടെ നിങ്ങൾ അടിച്ചപോലെ ദ്വായൊന്നുമല്ല. ഈ മലക്കിനോട് ദ്വാ ചെയ്യാൻ പാടുണ്ടോ ഇല്ലെന്നുള്ള അത് വേറെ വിഷയം. ഇവിടെ മലക്കിനെ വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നത് എന്താണ്? മഴ വേണം. ഇദ്ദേഹത്തിന് അറിയോ, ഈ കാഹിരിക്ക് അറിയോ മഴ ഇപ്പൊ നാളെ പെയ്യുന്നുള്ളത്? ഇല്ല. അപ്പൊ ഈ മലക്കിനെ അപ്പോ മഴ വേണം എന്ന് പറയുന്നത് എന്താണ്? വൈബാണ്. എന്താണ് ഇയാൾ ഈ പറയുന്നത്? ഇസ്രാഫിൽ അലി ഇസ്ലാമിനോട്, മീക്കായിൽ അലി ഇസ്ലാമിനോട് മഴ വേണം എന്ന് പറയുന്നത് വൈബാണ്. സുഹൃത്തുക്കളെ, ഇതിന്റെ ശ്രോതാക്കൾ ശരിക്കും മനസ്സിലാക്കണില്ല. ഈ മഴ വേണം എന്ന് ഇസ്രാഫീലിനോട് പറയുന്നതിൽ എന്ത് വൈബാണുള്ളത്? ആ പറച്ചിലിൽ എന്ത് വൈബാണുള്ളത് എന്നാണ് എന്റെ ചോദ്യം. അതിന് വൈബ് അവിടെ നടക്കുന്നുണ്ട്. അതെന്താണ്? മറ്റുള്ള ആളുകൾ മീക്കായിൽ അലി ഇസ്ലാമിനെ കാണുന്നില്ല, മറിച്ച് അവിടെ സദഖത്തുല്ലാഹിൽ ഖാഹിരി മാത്രം മീക്കായിൽ അലി ഇസ്ലാമിനെ കാണുന്നു എന്നുള്ളത് ആ കാഴ്ച വൈബാണ്. അതേ സമയത്ത് ആ മീക്കായിൽ അലി ഇസ്ലാമിനോട് മഴ വേണം എന്ന് പറയുന്നതിൽ എന്ത് വൈബ്? വേണം എന്നുള്ള പറച്ചിലിനെ പറ്റി ആരാ വൈബ് എന്ന് പറഞ്ഞത്? എനിക്ക് മഴ വേണം എന്ന് ഒരാൾ മറ്റൊരാളോട് പറയുന്നത്, അത് മലക്കിനോടാവട്ടെ, അത് വൈബാണ് എന്ന് ആരാ പറഞ്ഞത്? അതിന് പറയും. അത് വൈബാണെന്ന് ആരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? ഹദീസ് പറഞ്ഞിട്ടുണ്ടോ? കിതാബുകൾ എവിടെയെങ്കിലും ഉണ്ടോ? അതിന് ഉദ്ധരിക്ക്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. വെറുതെ അതൊന്നും പറഞ്ഞാൽ പോരാ. ദാരിമി ചോദിച്ച് എവിടെ എത്തിയെന്നറിയോ? എന്താ വിഷയം? ഒന്ന് ദാരിമി പറഞ്ഞത്, ഒന്ന് ചോദ്യത്തിന് മറുപടി പറയും. മീക്കായിൽ അലി ഇസ്ലാമിനോട് മഴ വേണം എന്ന് ആവശ്യപ്പെടുന്നത് വൈബാണ്. അതും തെളിയിക്ക്. ഒറ്റ ചോദ്യമുള്ളൂ, ഒറ്റ ചോദ്യം കേട്ടോ. അല്ല, നിങ്ങൾ പറയട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതൊന്നും പറയാൻ പോവുകയാണ്. അതൊന്നും അങ്ങനൊന്നും പറയാൻ പറ്റില്ല. മീക്കായിൽ അലി ഇസ്ലാമിനോട് മഴ വേണം എന്ന് പറയുന്നത് വൈബാണ്. അതും തെളിയിക്ക്. ഇവിടെ വിഷയത്തിൽ നിന്ന് ഒരുപാട് വ്യതിചരിച്ച ഞാനല്ല, ഇപ്പൊ ദാരിമിയാണ്. അതായത് ഈ ദാരിമിയുടെ പ്രസംഗത്തിന്റെ ഒരു ഉള്ളടക്കാണ് മലക്കുകളെ കുറിച്ചുള്ള വിശ്വാസം ഗൈബിയാണ്, അതേപോലെ മഴയെക്കുറിച്ചുള്ള വിശ്വാസം ഗൈബിയാണ്. അപ്പോഴാണ് ഞാൻ നിങ്ങളുടെ കാസിമിയുടെ പ്രസംഗത്തെ കുറിച്ച് ചോദിച്ചത്.
സഹോദര, മഴയെ സംബന്ധിച്ച് ഒരാൾ എന്ത് ചോദിച്ചാലും അത് വൈബാണ്. ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്തത് എന്റെ പേരിൽ നുണ പറയരുത്. അത് ഞാൻ ഉദാഹരണം പറഞ്ഞില്ലേ. ഇപ്പൊ മഴ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ, ഇവിടെ കേരളത്തിൽ ഇപ്പൊ മഴ പെയ്യുന്നുണ്ട് പുറത്ത്. ഈ മഴയെ സംബന്ധിച്ച് ഇപ്പൊ അതൊരു നേരിയ മഴ പെയ്യുന്നത്, അതിനെ സംബന്ധിച്ച് ഏതാനും അറിവ് എനിക്കുണ്ട്. അതൊക്കെ വൈബാണ്. മത്താത്തിൽ മത്തറു അഹദുൻ ഇല്ലല്ലാഹ, മഴ എപ്പോഴാണ് ഭാവിയിൽ പെയ്യുക എന്നുള്ള ആ അറിവ് വൈബാണെന്നാ പറഞ്ഞത്. മഴയെ സംബന്ധിച്ചുള്ള മുഴുവൻ അറിവ് വൈബാണ്. എന്ത് വിഡ്ഢിത്താണ് ഈ പറയുന്നത്? ഇപ്പൊ മഴ എന്ന് പറയുന്നത് കാർമേഘത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു സാധനമാണ്, അതൊരു അറിവാ. അത് വൈബാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. മഴയെ സംബന്ധിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും വൈബാണ്. എന്താണ് ഈ പറയുന്നത്? ഒരു അന്തം വേണ്ട. എന്നിട്ട് ഞാൻ പറഞ്ഞുകാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഞാൻ എവിടേക്കും പോയിട്ടില്ല. എന്റെ ഒറ്റ ചോദ്യം മാത്രമുള്ളത്, സദഖത്തുല്ലാഹിൽ ഖാഹിരിയുടെ ഈ വിഷയത്തിൽ മറ്റാരും കാണാത്ത വിധത്തിൽ ഇസ്രാഫിൽ അലി ഇസ്ലാമിനെ കാണുക എന്നുള്ളത് വൈബാണ്. ആയിക്കോട്ടെ, അത് വൈബായിക്കോട്ടെ, അതിനൊരു കുഴപ്പമില്ല ഞാൻ പറയുന്നത്. ഒന്ന്, മഴ വേണം എന്ന് ആവശ്യപ്പെടുന്നത് വൈബല്ല. പിന്നെ ഇസ്രാഫിൽ എന്നുള്ളത് തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. മീക്കായിൽ അലി ഇസ്ലാം 2-3 വട്ടം പറഞ്ഞാൽ ശരിയായിക്കോളും. മീക്കായിൽ അലിഹിസ്സലാം, മീക്കായിൽ അലി ഇസ്ലാമിനോട് മഴ വേണം എന്ന് ആവശ്യപ്പെടുന്നത്, മഴയെ ആവശ്യപ്പെടുന്നത് ത്വലബുൽ മതരി വൈബുൻ, ത്വലബുൽ മതരി മിൻ അഹദിൻ വൈബുൻ. ഒരാളോട് വലോ മലക്കൻ, മലക്കാവട്ടെ അല്ലാത്തവരാവട്ടെ, ഒരാളോട് മഴ ആവശ്യപ്പെടുക എന്നുള്ളത് വൈബാണ്. മനസ്സിലായോ? അതും കൂടെ തെളിയിക്കും. നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് മഴയെ കുറിച്ചിട്ടുള്ള അറിവ്. അത് ഞാൻ എന്റെ ടെക്സ്റ്റ് മുകളിലുണ്ട്. ഞാൻ മുമ്പ് അടിച്ച ടെക്സ്റ്റ് ഇവിടെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി അടിക്കാം. സഹോദര, എന്റെ പ്രസംഗത്തിൽ ഞാൻ സ്വഹീഹുൽ ബുഖാരിയും ഖുർആന്റെ ആയത്തൊക്കെ ഓതിയിട്ട് പറഞ്ഞില്ലേ, മത്താ യഅ്തിൽ മതറു അഹദുൻ ഇല്ലല്ലാഹ്, മഴ എപ്പോഴാണ് പെയ്യുക എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവ് വൈബാണ് എന്നാ പറഞ്ഞത്. മഴയെ സംബന്ധിച്ചുള്ള മുഴുവൻ അറിവും വൈബാണ്. മഴയെ ചോദിക്കൽ വൈബാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയും. മഴയെ സംബന്ധിച്ചുള്ള മുഴുവൻ അറിവും വൈബാണ്, മഴയെ ചോദിക്കൽ വൈബാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്തത് എന്റെ പേരിൽ പച്ച നുണ പറയരുത്. നുണ പറഞ്ഞാൽ ഫഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ, നുണ പറയുന്നവൻ തമ്മാടിയായി മാറും. വൽ ഫുജൂർ യഹ്ദി ഇലന്നാർ, തമ്മാടി നരകത്തിലേക്ക് പോകും. അത് ഞാൻ ഓർമ്മപ്പെടുത്തണം കേട്ടോ. അപ്പൊ എന്റെ ചോദ്യം ആവർത്തിക്കുന്നു, മഴ വേണമെന്ന് ആവശ്യപ്പെടുന്നത് ത്വലബുൽ മതരി മിൻ അഹദിൻ വൈബുൻ എന്ന് എവിടെയാണുള്ളത്? അതിന് മറുപടി പറഞ്ഞാൽ മതി. കൂട്ടത്തില് നുണയെ പറ്റി പറഞ്ഞപ്പോ അതിനെപ്പറ്റി ഒരെണ്ണം പറയാതിരിക്കാൻ പറ്റില്ല. സാധാരണക്കാരന്റെ പണ്ഡിതരെ പിൻപറ്റൽ നിർബന്ധമാണ്. പണ്ഡിതൻ സത്യം പറയട്ടെ, കളവ് പറയട്ടെ, അല്ലെങ്കിൽ അതൊന്നും നടക്കൂല. ഇസ്ലായി വന്ന് ഇപ്പൊ ദീനിപ്പോ വേറൊന്നൊക്കെ പോവുകയാണ്. അതൊന്നും നടക്കൂല. ആ കുറുക്കന്റെ ബുദ്ധിയൊന്നും ഇവിടെ നടക്കൂല. വിഷയത്തിൽ ഒതുങ്ങി നിന്ന് സംസാരിക്കുക എന്നുള്ളതേ അതൊരു ഒരു ഒരു നല്ല ഗുണാണത്. സെമിനാറുകൾ, സിമ്പോസിയങ്ങളൊക്കെ നടക്കുമ്പോ നമ്മളൊക്കെ ഒരുപാട് സെമിനാറിലും സിമ്പോസിയത്തിലൊക്കെ പ്രസംഗിക്കുന്നത്, ഞങ്ങൾക്കൊരു വിഷയം തരും. ആ വിഷയത്തിൽ ഒതുങ്ങി 20 മിനിറ്റോ 15 മിനിറ്റോ സമയം തരും. അതിൽ ഒതുങ്ങി സംസാരിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എങ്ങനെ? മഴയുമായി ബന്ധപ്പെട്ട മുഴുവൻ അറിവും വൈബാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മറിച്ച് മഴ എപ്പോഴാണ് പെയ്യുക എന്നുള്ള കാര്യമാണ് വൈബ്. അത് ഹദീസ് ഉദ്ധരിച്ച് ഞാൻ പറഞ്ഞതാണ്. അത് വന്നിട്ട് ഞാൻ വ്യക്തമായി പറഞ്ഞു, ഭാവിയിൽ നടക്കാൻ പോകുന്ന വിഷയങ്ങൾ എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞു. മഴ ചോദിക്കുക എന്നുള്ളത് വൈബാണ് എന്ന് എവിടെയാണുള്ളത് എന്നാണ് എന്റെ ചോദ്യം. അത് നിങ്ങൾ പറഞ്ഞല്ലോ, മഴ വേണമെന്ന് പറയുന്നത് വൈബാണ് എന്ന് പറഞ്ഞല്ലോ. അത് എങ്ങനെ
എന്നാണ് എന്റെ ചോദ്യം. അത് എവിടെയാണത് പറഞ്ഞിട്ടുള്ളത് എന്നാണ് എന്റെ ചോദ്യം. അത് തീർപ്പാക്കിയാൽ നിങ്ങൾക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. അല്ലെങ്കിൽ എനിക്കതിന് മറുപടി ഇല്ല, ഞാൻ എന്റെ വാക്ക് തിരുത്തിയെന്ന് പറഞ്ഞാൽ മതി, എന്നാലും കുഴപ്പമില്ല കേട്ടോ. ആ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാൻ യാതൊരു അർഹതയില്ല എന്ന് നിങ്ങൾ അമ്പലക്കളവ് ഫൈസിയുടെ ഉദ്ധരിച്ച് വായിക്കാൻ കാരണം നിങ്ങൾക്ക് അതിനെപ്പറ്റി കളവിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ യാതൊരു യോഗ്യതയില്ല. ഞാൻ പറയാത്തത് മുഴുവൻ എന്റെ പേരിൽ നിങ്ങൾ പറയാം. എന്നിട്ട് അത് ഞാൻ കളവാന്ന് പറയുമ്പോ അങ്ങനെ പറയാൻ എനിക്ക് യോഗ്യതല്ല. എന്താ ഈ ഒരാള് കളവ് പറഞ്ഞാൽ അത് കളവാണെന്ന് പറയാൻ ആ യോഗ്യതയ്ക്ക് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കേണ്ടത്? എന്നെ കുറിച്ചൊരു നുണ പറയാം, അത് നുണയാണ് എന്ന് ഞാൻ പറയാൻ പാടില്ലാന്നോ? എനിക്കത് പറയാൻ യോഗ്യതല്ലാന്നോ? എന്നെ കുറിച്ച് ഒരു നുണ പറഞ്ഞിട്ട് അത് നുണയാണ് എന്ന് നിങ്ങളോട് തിരിച്ചു പറയാൻ എനിക്ക് യോഗ്യതല്ലാന്നോ? പിന്നെ ആ യോഗ്യതയ്ക്ക് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കേണ്ടത്? ഏത് സർട്ടിഫിക്കറ്റ് അതിന് വേണ്ടത്? എന്റെ ചോദ്യം ആവർത്തി. ശ്രോതാക്കൾ ഇതൊക്കെ ശരിക്ക് കേൾക്കുന്നുണ്ട്, നിങ്ങളെ ശരിക്ക് വിലയിരുത്തുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്നത് ഒരു മാക്സിമം മുജാഹിദിന്റെ അറിവാണ് ഇപ്പൊ ഈ കാണുന്നത്. നമ്മുടെ നാട്ടിലുള്ള ഒരു മാക്സിമം മുജാഹിദ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സിംബലാണ്, അതിന്റെ ഒരു പ്രതീകാത്മകതയാണ് ഇസ്ലാഹി വണ്ണിലൂടെ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും മനസ്സിലാക്കുന്നത് ഒരു ഇസ്ലാഹി വൺ എന്ന് പറഞ്ഞ ഒരാളെ പറ്റി മാത്രമല്ല, ഇസ്ലാഹി എന്ന നാമത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ മുജാഹിദ് വഹാബി തുരുക്കി ഷീട്ടന്മാർക്കും ഒക്കെ ബാധിച്ചതാണ് നിങ്ങളുടെ ചോദ്യം എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ ഒരാളെ മാത്രമല്ല ഇവിടെ ഞങ്ങൾ ലക്ഷ്യാക്കുന്നത്, ഒരുപാട് ആളുകളെ ഇതിന് ഞങ്ങൾ ഈ വിഷയത്തിൽ ലക്ഷ്യാക്കുന്നുണ്ട്. അപ്പോ എന്റെ ചോദ്യം, മഴ വേണമെന്ന ആവശ്യപ്പെടൽ വൈബാണ് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, തെളിവെന്ത്? അതെങ്ങനെ? മറുപടി പറയണം. വിഷയമൊക്കെ കോട്ടി മാറ്റി എവിടെ എത്തി? നിങ്ങളുടെ പ്രസംഗത്തിൽ നിന്നാണ് ഞാൻ ചോദ്യം ചോദിച്ചതും തുടങ്ങിയതും. അത് ഞാനിവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ടെക്സ്റ്റ് അടിക്കാൻ കാരണം നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ വാക്ക് മാറ്റരുത് എന്ന് പറഞ്ഞ് ഞാൻ എന്റെ ടെക്സ്റ്റിൽ അടിച്ചിട്ടുണ്ട്. എന്റെ വാക്ക് മാറ്റും പറയാൻ കാരണം നിങ്ങൾ ആദ്യം ചോദിക്കുന്നതല്ല പിന്നെ ചോദിക്കുക. അപ്പൊ അങ്ങനെ മാറ്റി മാറ്റി എന്തെങ്കിലും അതിനൊരു ഇതിലിങ്ങനെ തൂങ്ങി നിൽക്കും. പക്ഷെ എനിക്കതിന്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞതും നിങ്ങൾ തന്നെ ടെക്സ്റ്റ് അടിച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞതും നിങ്ങൾ ടെക്സ്റ്റ് അടിച്ചതൊക്കെ നുണയാണെന്നാണ് ഞാൻ പറയണതേ. മഴയുമായി ബന്ധപ്പെട്ട് എല്ലാ അറിവും വൈബാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മഴ വേണമെന്ന് ആവശ്യപ്പെടൽ വൈബാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ അപ്പൊ അതിന് നിങ്ങൾ തെളിവെന്താ? ഞാൻ ടെക്സ്റ്റ് അടിച്ചിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ എന്തെല്ലാം ടെക്സ്റ്റ് അടിച്ചിട്ടുണ്ടാവും? ഇച്ച് വെജാന്ന് ഒരിക്കൽ ടെക്സ്റ്റ് അടിച്ചിരുന്നില്ലേ? ഇച്ച് വെജാന്ന്. അതൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് അടിച്ചതൊക്കെ നിങ്ങൾക്ക് നമുക്ക് തെളിവാ? എന്താണ് ഈ പറയുന്നത്? ഞാൻ ടെക്സ്റ്റ് അടിച്ചിട്ടുണ്ട്, നല്ല കോലുണ്ട്. മനുഷ്യ, നിങ്ങൾ ടെക്സ്റ്റ് അടിച്ചാലും ടെക്സ്റ്റ് അടിച്ചിട്ടില്ലെങ്കിലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ ടെക്സ്റ്റ് അടിച്ചു വെച്ചിട്ട് ഞാൻ പറഞ്ഞു എന്നറിയില്ല. ഞാൻ പറഞ്ഞു എന്നിലേക്ക് തെളിവെന്താ? ഇസ്ലാഹി വന്ന് ടെക്സ്റ്റ് അടിച്ചിട്ടുണ്ട്, നല്ല കോലുണ്ട്. ഇതാ നിങ്ങളെ തെളിവ് എന്ന് പറയുന്നത്. എന്റെ ചോദ്യം ആവർത്തിക്കുകയാണ്. മഴ വേണമെന്ന് ആവശ്യപ്പെടൽ വൈബാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ആ റെക്കോർഡ് ഉണ്ടെങ്കിൽ ആ റെക്കോർഡൊന്ന് വിടട്ടെ. റെക്കോർഡ് ഉണ്ട് എന്ന് പറയുന്നു. എന്റെ കയ്യിൽ ഞാൻ റെക്കോർഡാക്കിയിട്ടൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ എഴുതിയിരുന്നു, എന്റെ കയ്യിൽ റെക്കോർഡൊന്നുമില്ല. എനിക്ക് ഈ റെക്കോർഡാക്കണ പരിപാടി എങ്ങനെയാണെന്നും അറിയില്ല. അതൊക്കെ ഇനി പഠിച്ചിട്ട് വേണം. അപ്പൊ മഴയുമായി ബന്ധപ്പെട്ട് ഭാവിയിലുണ്ടാകുന്ന കാര്യങ്ങൾ വൈബാണ് എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലേ സുഹൃത്തുക്കളെ? ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞത്, അല്ലേ? എന്നിട്ട് ഞാൻ ഹദീസ് ഓതിയില്ലേ? എന്താ ഹദീസ് ഓതിയത്? മതാ യഅ്തിൽ മതറു അഹദുൻ ഇല്ലല്ലാഹ്. സഹീഹുൽ ബുഖാരിയുടെ വ്യക്തമായ ഹദീസ് ഞാൻ ഓതും ചെയ്തു. മഴ എപ്പോഴാണ് വരുന്നത് എന്ന അറിവ് വൈബാണ്. മഫാത്തിഹുൽ വൈബ് എന്ന പേരിൽ അറിയപ്പെടുന്ന വൈബുകൾ 5 ഒന്ന് ഖിയാമത്ത് നാളിനെ പറ്റിയുള്ള അതിന്റെ സമയം എപ്പോഴാണെന്നുള്ള അറിവ്. 2 എപ്പോഴാണ് എന്താണ് നാളെ പ്രവർത്തിക്കുക എന്നുള്ള അറിവ്. എവിടെ വെച്ചിട്ടാണ് മരിക്കുക എന്നുള്ള അറിവ്.
എപ്പോഴാണ് മഴ പെയ്യുക എന്നുള്ള അറിവ്, ഗർഭപാത്രങ്ങളിൽ എന്താണ് ഉണ്ടാവുക എന്ന അറിവ്. അതിന്റെ അർത്ഥം ഈ ഗർഭപാത്രത്തിനെ പറ്റിയുള്ള എല്ലാ അറിവും വൈബാണെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒരു പെണ്ണിന്റെ പള്ളന്റെ ഉള്ളിൽ ഗർഭപാത്രം ഉണ്ട് എന്നുള്ളൊരു അറിവ് അല്ലേ, ആ പിന്നെ ഗർഭപാത്രം എന്ന് പറയുന്നത് ഏകദേശം ഉദരത്തിന്റെ ഭാഗത്താണ്, അത് നെഞ്ചിന്റെ ഭാഗത്തല്ല എന്നുള്ള അറിവ്. അങ്ങനെ എന്തെല്ലാം അറിവുണ്ട്, ആ അറിവൊക്കെ വൈബാണെന്ന് അതിന്റെ അർത്ഥം. ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ അതിനെന്താണ് ഉണ്ടാവുക എന്ന അറിവ് എന്നാ. ഇത് ഞാൻ പറഞ്ഞു, വളരെ വ്യക്തമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു, ഈ 5 കാര്യങ്ങൾ ഭാവിയിലുണ്ടാകുന്ന 5 വൈബിയായ ഒരുപാട് വിഷയങ്ങളിലേക്കുള്ള ഇഷാറത്തായിട്ട്, സൂചനയായിട്ട്, പ്രതീകങ്ങളായിട്ട് പറഞ്ഞതാണ് എന്നുള്ളതിന് ഹാഫിദ് ഇബ്നു ഹജറിൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു അശ്ശൈഖ് അബൂ ജംറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ച കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ വായിച്ചു. അപ്പൊ അതിലെന്താ പറഞ്ഞത്? മഴ എപ്പോഴാണ് പെയ്യുക എന്നുള്ള അറിവ്. മഴ വേണം എന്ന് ചോദിക്കുക എന്നുള്ളത് മഴയെ പറ്റിയുള്ള അറിവാ സുഹൃത്തെ. മഴയെ പറ്റിയുള്ള അറിവ് എന്ന് പറഞ്ഞാൽ മഴ വേണമെന്ന് ചോദിക്കുക എന്നുള്ളത് അറിവാ. ഇസ്തിഫ്ഹാമും ഇൽമും തമ്മിലുള്ള വ്യത്യാസം അറിയില്ലേ? സുആലും ഇൽമും ഒന്നാണോ? എന്താണ് ഈ പറയുന്നത്? ഒരു ഗ്ലാസ് വെള്ളം വേണം എന്ന് പറയുന്നത് വെള്ളത്തെ കുറിച്ചുള്ള അറിവാ? മനുഷ്യ, ഇതിനൊക്കെ ഖുർആനും ഹദീസ്, ഇതിനൊന്നും ഔപചാരികമായിട്ടോ അനൗപചാരികമായിട്ടോ ഒരുപാട് വിദ്യാഭ്യാസമൊന്നും വേണ്ട. ഇതൊരു തെമ്മീസ് ആകുന്ന ഒരു മനുഷ്യന്റെ ഒരു പ്രായമുണ്ട്, 7 വയസ്സ് എന്ന് പറയും. അങ്ങനെ തെമ്മീസുള്ള ആളുകൾക്കൊക്കെ തിരിയണ കാര്യമാണ്. ഭാവിയിൽ മഴ പെയ്യുന്നതിനെ കുറിച്ചുള്ള അറിവ് വൈബാണ് എന്ന് പറഞ്ഞാൽ മഴ വേണം എന്ന് ആവശ്യപ്പെടുന്നത് വൈബാണ് എന്നാ മനസ്സിലാക്കേണ്ടത്. സുആലും ഇൽമും ഒന്നാണോ? എന്താണ് ഈ പറയുന്നത്? അതുകൊണ്ട് എന്റെ ചോദ്യം ആവർത്തിക്കുകയാണ്. എന്താണ് മഴ വേണമെന്ന് ആവശ്യപ്പെടുന്നത് വൈബാണ് എന്നത്? എങ്ങനെയാണത് വൈബാവുക? ആരാണത് പറഞ്ഞിട്ടുള്ളത്? അതിന് ഞാൻ അറബീകരിച്ച്, വ്യക്തതയ്ക്ക് വേണ്ടി അറബീകരിച്ച് പറഞ്ഞുതരും ചെയ്തു. തൊലബുൽ മത്തരി മിൻ അഹദിൻ വൈബുൽ. അല്ലേ? ഞാൻ ഇംഗ്ലീഷീകരിച്ച് പറയണോ? ആസ്കിംഗ് റൈൻ ഫ്രം എനിവൺ വൈബുൻ വേണ്ടെന്ന് പറയുന്നുണ്ട്. അത് വൈബാണ് പറയുന്നത്. എന്താണ് ഈ പറയുന്നത്? അപ്പൊ സുഹൃത്തെ, ഞാൻ എന്റെ ചോദ്യം ആവർത്തിക്കുകയാണ്. നിങ്ങളെ വിടുന്നില്ല, നിങ്ങളെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഒരാളോട് വൈബ് മഴ വേണമെന്ന് പറയുന്നത് വൈബാകുന്നത് എങ്ങനെ? ആര് പറഞ്ഞു? എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ എന്താണ് പറയുന്നത് എന്ന് കൃത്യമായിട്ട് എനിക്കറിയാം. അതേ ഒന്നും കൂടി ഇവിടെ പറയാം. കാരണം 2ൽ 1 ബാത്തിലാണ്. ഇതാണ് എന്റെ വാദം. സദഖത്തുല്ലാഹിൽ കാഹിരിയുടെ വാദം, അഥവാ നിങ്ങളുടെ മുത്തേടം പ്രസംഗിച്ചത് ബാത്തിലാണ്. എന്തുകൊണ്ട് ബാത്തിലാവുന്നു? ഒന്ന്, മലക്കുകളോടുള്ള കൽപ്പന, മലക്കിനെ കാണൽ, ഇങ്ങനെ 2 കാര്യങ്ങൾ. അതായത് അദ്ദേഹം മലക്കിനെ വിളിക്കുന്നു, മലക്കിനോട് സംസാരിക്കുന്നു, മലക്കിനെ കാണുന്നു. ഈ ഗൈബിയായിട്ടുള്ള എല്ലാ അറിവും അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവർത്തനത്തിൽ സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ബാത്തിലാണ്. ഇതേവരെ MT ദാരിവി പ്രസംഗിച്ച ആ ഒരു പോയിന്റ് വെച്ചിട്ടും അത് ബാത്തിൽ തന്നെയാണ് ആവുന്നത് എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. പിന്നെ ഒരുപാട് സമയം വൈകിയിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഞാൻ മൈക്കെടുക്കുന്നില്ല, ഞാൻ പോവുകയാണ്. അസ്സലാമു അലൈക്കും. കേട്ടോ? ഇപ്പൊ മനസ്സിലായില്ലേ സുഹൃത്തുക്കളെ? ശ്രോതാക്കളായ ആളുകൾ ഇനി അയാൾക്ക് നമ്മളുടെ മറുപടി എന്താണ് കേൾക്കാൻ പോലും അയാൾക്ക് താല്പര്യമില്ല. ഈ കോലത്തിൽ തലച്ചോറിന്റെ അകത്ത് ഇബ്ലീസ് കയറിക്കൂടി എന്നുള്ളതിന്റെ ഇന്ന ശൈത്താന യജ്രി മിനൽ ഇൻസാനി മജ്റദ്ദമി ഹദീസാണ്. ശൈത്താൻ മനുഷ്യന്റെ രക്തം സഞ്ചരിക്കുന്നിടത്തൊക്കെ ശൈത്താനും സഞ്ചരിക്കുന്നു. ഈ ഇസ്ലാഹി വണ്ണ് എന്ന് പറഞ്ഞ മനുഷ്യന്റെ തലയിലും തലച്ചോറിലും ഹൃദയത്തിലും സിരയിലും ധമനിയിലും
സർവ്വ സ്ഥലത്തും ശൈത്താൻ കയറി കൂടിയതല്ലേ അല്ലേ? ഇപ്പൊ അയാൾ പറഞ്ഞത് എന്താണ്? ഇപ്പൊ എന്റെ ചോദ്യത്തിന് അയാൾക്ക് മറുപടി അയാൾ വയ്യ. എന്നിട്ട് ഇപ്പൊ അയാൾ പറഞ്ഞത് സദഖത്തുല്ലാഹിൽ ഖാഹിരിയുടെ ഈ സംഭവത്തിൽ മലക്കുമായി ബന്ധപ്പെട്ട് സംഭാഷണം നടത്തുന്നുണ്ട്, മലക്കിന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ട്, മലക്കിനോട് കാര്യങ്ങൾ ആശയവിനിമയം നടത്തുന്നുണ്ട്, ഇതൊക്കെ ഗൈബാണ്. ആയിക്കോട്ടെ, അത് ഗൈബായിക്കോട്ടെ, എന്റെ പ്രസംഗത്തോടെ എതിരില്ലല്ലോ. എന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് എന്താണ്? എന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് ഗൈബ് രണ്ടു തരമുണ്ട്. ഒന്ന് ദലീലുകളുള്ള ഗൈബ്, രണ്ട് ദലീലില്ലാത്ത ഗൈബ്. ദലീലില്ലാത്ത ഗൈബ്, ദലീലുള്ള ഗൈബ്. ദലീലുള്ള ഗൈബിലാണ് മലക്കുകൾ ഉൾപ്പെടുക, അതിലാണ് സ്വർഗനരകങ്ങൾ ഉൾപ്പെടുക, അതിലാണ് അള്ളാഹു തന്നെയും ഉൾപ്പെടുക. ഇനി ദലീലില്ലാത്ത ഗൈബ്, അതിന്റെ പേരാണ് മഫാത്തിഹുൽ ഗൈബ്. സൂറത്തുൽ ലുഖ്മാന്റെ 34-ാമത്തെ ആയത്തിൽ 5 ഗൈബുകൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അൻആമിന്റെ 59-ാമത്തെ ആയത്തിൽ മഫാത്തിഹുൽ ഗൈബ് എന്ന് പേരിട്ട ഗൈബ് സൂറത്തുൽ ലുഖ്മാനിലെ 5 ഗൈബുകളാകുന്നു എന്ന് സഹീഹുൽ ബുഖാരിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഭാവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ കാര്യങ്ങളാണ് അല്ലാഹു തആല സൂറത്തുൽ അൻആമിന്റെയും അതുപോലെ സൂറത്തുൽ നഹ്ലിലൊക്കെ പറഞ്ഞത്. എന്ത്? ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദി അൽ ഗൈബ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത്. ആ ഗൈബ് അല്ലാഹു മാത്രമേ അറിയുകയുള്ളൂ എന്ന് പറഞ്ഞത്. അതേ അല്ലാഹു തആല തന്നെ മറ്റൊരു ആയത്തിൽ അല്ലാഹു സൂറത്തു ആലി ഇംറാനിൽ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? വലാ യുത്ലിഉ അലാ ഗൈബിഹി അഹദൻ വലാകിന്നല്ലാഹ യജ്തബി മിർ റുസുലിഹി മൻ യശാ. അല്ലാഹു ഗൈബിനെ ആർക്കും വെളിപ്പെടുത്തി കൊടുക്കൂല, പക്ഷേ ഗൈബ് വെളിപ്പെടുത്തി കൊടുക്കുവാൻ അവന്റെ ദൂതന്മാരെ അവൻ തെരഞ്ഞെടുക്കും. ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദൻ ഇല്ലാ മൻ ഇർതദാ മിർ റസൂൽ. അല്ലാഹു തആല ഗൈബിന്റെ മേൽ ഒരാളെയും അങ്ങോട്ട് വെളിവാക്കൂല. ഗൈബിനെ ഇങ്ങോട്ട് വെളിവാക്കൂല എന്നല്ല, ഗൈബിന്റെ മേൽ അങ്ങോട്ട് വെളിവാക്കൂല ഒരാളെയും, പ്രവാചകന്മാരെ ആയ അള്ളാഹു ഇഷ്ടപ്പെടുന്ന മുർസലീങ്ങളെ ഒഴികെ. അപ്പോ അള്ളാഹുവിന് മാത്രം അറിവുള്ള ഗൈബുകൾ അവന്റെ ഇഷ്ടദാസന്മാർക്ക് അവൻ വെളിപ്പെടുത്തി കൊടുക്കും. ആ കൂട്ടത്തിൽ എന്തുകൊണ്ട് സദഖത്തുല്ലാഹിൽ ഖാഹിരി പെടുന്നില്ല? സദഖത്തുല്ലാഹിൽ ഖാഹിരി ആയി ഇഷ്ടപ്പെട്ട ആളുകൾ പെട്ടാ പോരെ? സദഖത്തുല്ലാഹിൽ ഖാഹിരി ഇഷ്ടപ്പെട്ടൊരു മഹാനായ പോരെ? അപ്പൊ എന്റെ ആ പറച്ചിലിൽ ഒരിക്കലും തന്നെ എന്റെ പ്രസംഗത്തോട് സദഖത്തുല്ലാഹിൽ ഖാഹിരിയുടെ ആ സംഭവത്തിനോട് ഒരു എതിരുമില്ല. എന്താണ് എതിരുള്ളത്? അത് വൈബാണ് എന്നോ? വൈബായിക്കോട്ടെ, വൈബല്ലാന്ന് നമ്മൾ ആരെങ്കിലും പറഞ്ഞോ? പക്ഷെ മഴ വേണമെന്നാവശ്യപ്പെടുന്നതും വൈബാണ് എന്ന് പറഞ്ഞത് മഹാപൊട്ടത്തരാണ്. അതുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നത്, ഇതൊന്നും കേൾക്കാനോ അല്ലെങ്കിൽ ഒരു തെമ്മീസുള്ള ഒരു 7 വയസ്സായ കുട്ടിക്ക് ഉൾക്കൊള്ളാൻ പറ്റാവുന്ന ഇത്തരം കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടും മനസ്സിലായില്ല എന്ന് അഭിനയിക്കുക എന്നുള്ളതാണ് നമ്മളെ നാട്ടിലുള്ള മുഴുവൻ വഹാബികളും ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളെ കവനപ്രസംഗങ്ങളിലൂടെ വഴിതെറ്റിപ്പിക്കുക എന്നുള്ള ആ ഒരൊറ്റ പണിയാണ്, ആ ഒരൊറ്റ തൊഴിലാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല ഇവരുടെ ശർറിൽ നിന്ന് മനുഷ്യരെ മുഴുവൻ രക്ഷപ്പെടുത്തട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ബിസ്മില്ലാഹി കൈപൊന്തിച്ചു. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്ലാഹിക്ക് വേണ്ടിയിട്ട് വെറുതെ കുറെ ടൈം കഴിഞ്ഞല്ലോ, ആ ചെന്നൈക്കൊന്നും അറിയില്ല വെറുതെ. നമ്മൾ നേരത്തെ ഈ എൽമിന്റെ കാര്യം പറഞ്ഞ ആദ്യം പറഞ്ഞല്ലോ. അപ്പോ അള്ളാഹുവിന്റെ അറിവ് അങ്ങനെ പറഞ്ഞപ്പോ ചെയ്ത് നമ്മൾക്കുള്ള അറിവുകളുണ്ടല്ലോ, പടപ്പുകളുടെ അറിവുണ്ടല്ലോ. അതിന് പല ഉദാഹരണങ്ങൾ പറയണമെങ്കിൽ പറയാം. പക്ഷെ അതായത് ഇപ്പോ എന്താ പറയാ, ഒരു വാഹനം തന്നെ ആകട്ടെ, ഒരു കാറ് നിർമ്മിച്ചത് ഇരുമ്പ് കൊണ്ടാണ്. കുറെ ഇരുമ്പുകൾ അങ്ങനെയാണ് ഇപ്പൊ ഒരു കാറ് നിർമ്മിച്ചിട്ടുണ്ടാകുന്നത്. ഈ ഇരുമ്പ് എങ്ങനെയാണ് ഉണ്ടായത് എന്ന് അറിയണ്ടാവില്ല. എന്നാൽ ഇരുമ്പ് കൊണ്ടാണ് ഈ കാറ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം.
അതിന്റെ മെഷീൻ വർക്ക് ചെയ്യണത് ആ മെഷീനൊക്കെ ഇരുമ്പുകൊണ്ട് ഉണ്ടാക്കി അത് വർക്ക് ചെയ്യണ്, അത് കാരണത്ത് ആ മെഷീൻ വർക്ക് ചെയ്യുമ്പോൾ ആ കാറ് ചലിക്കണ്. ഇങ്ങനെ അങ്ങനത്തെ ചില അറിവുണ്ടല്ലോ. ഈ അറിവും അള്ളാഹുവിന്റെ അറിവും തമ്മിൽ എന്താണ് വ്യത്യാസം ഉള്ളത്? അത് അള്ളാഹു തആല നമുക്ക് അറിയിച്ചു തന്നിട്ട് തന്നെയാണ്. പക്ഷെ അറിയിച്ചു തന്നാലും അള്ളാഹുവിന്റെ ആ അറിവ് ഇത്ര മാത്രം. അതായത് ഇരുമ്പ് എവിടുന്നുണ്ടാകുന്നെന്ന് എല്ലാവർക്കും അറിഞ്ഞോണമെന്നില്ല. പക്ഷെ ഇരുമ്പ് കൊണ്ടാണ് ഒരു കാറ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അത് അതിന്റെ മോഡലൊക്കെ രൂപപ്പെടുത്തി അതിന്റെ എഞ്ചിൻ ഉണ്ടാക്കി ആ എഞ്ചിന് പ്രവർത്തിക്കുമ്പോൾ ആ എഞ്ചിന് പ്രവർത്തിക്കുന്നതും എങ്ങനെയാണെന്ന് ആ എഞ്ചിൻ ഉണ്ടാക്കിയ ആളുകൾക്ക്, നിർമ്മിച്ച ആളുകൾക്ക് അറിയാം. ഒക്കെ അള്ളാഹു തആല അറിയിച്ചു കൊടുത്തിട്ടാണ് അറിയാം. എന്നാൽ ഈ അറിവും ആ വിഷയത്തിലുള്ള അള്ളാഹുവിന്റെ അറിവും തമ്മിൽ എന്താണ് വ്യത്യാസം? അതാണ് അറിയുന്നത്. അത് ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ. ഒന്ന്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ അറിവ് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതാണ്, നേരത്തെ ഇല്ലാതെ പിന്നീട് ഉണ്ടായതാണ്. അപ്പോ അതുകൊണ്ട് മസ്ബൂക്കായ ഒരു അറിവാണ് നമുക്കുള്ളത്. ഇല്ലായ്മ എന്ന് ആ അറിവ് നേരത്തെ നമുക്കുണ്ടായിരുന്നില്ല, പിന്നീട് ഉണ്ടായതാണ്. അതേസമയത്ത് അള്ളാഹുവിന്റെ അറിവ് എന്ന് പറഞ്ഞാൽ അത് മുമ്പേ ഉള്ളതാണ്, അത് അനാദിയായ അറിവാണ്. രണ്ട്, നമ്മുടെ അറിവ് എന്ന് പറഞ്ഞാൽ ഉപരിപ്ലവമായ അതിന്റെ ഒരു കോടിയിൽ ഒരു അംശം മാത്രമേ നമുക്കുണ്ടാവുള്ളൂ. അതേസമയത്ത് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് അറിവുകൾ, നമ്മളെക്കാൾ എത്രയോ 10 മടങ്ങ് അറിവ്, ആ അറിവുകളുടെയൊക്കെ സമാഹാരങ്ങളാണ് അള്ളാഹുവിന്റെ അറിവ് എന്ന് പറയുന്നത്. അതൊരു വ്യത്യാസമാണ്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ അറിവ് എന്ന് പറയുന്നത് മാധ്യമങ്ങളെ കൊണ്ടോ മറ്റൊരാളുടെ അറിയിപ്പ് കൊണ്ടോ മറ്റൊരാളിൽ നിന്ന് സമ്പാദിച്ചുകൊണ്ടോ ഉണ്ടാകുന്നതല്ല. അത് ഇസ്തിഖ്ലാലിയായ അറിവാണ്. അള്ളാഹുവിന്റെ അറിവ് സ്വതന്ത്രമായ അറിവാണ്. അള്ളാഹുവിന്റെ അറിവ് ഇഹാത്തത്തിന്റെ അറിവാണ്. അള്ളാഹുവിന്റെ അറിവ് ഖദീമായ അറിവാണ്. അള്ളാഹുവിന്റെ അറിവ് അദമ സാദിഖാവാത്ത, ഇല്ലായ്മ മുൻകടക്കാത്ത അറിവാണ്. ഇങ്ങനെയുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ അള്ളാഹുവിന്റെ അറിവ് നമ്മളറിവും തമ്മിലുണ്ട്. പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിന്റെ അറിവ് എന്ന് ചോദിച്ചാല് അത് മൽ മസ്ഊലു അൻഹാ അഅലമ മിനസ് സായിലീൻ. അത് ചോദിക്കപ്പെട്ടയാള് ചോദിച്ച ആളെക്കാളും ആ വിഷയത്തില് വിവരമില്ലാത്ത ആളായതുകൊണ്ട് അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിനൊക്കെ അതുമായി ബന്ധപ്പെട്ട ഇബാറത്തുകൾ വായിക്കുക, അതർത്ഥം വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല, മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു ഇൽമുൽ ഗൈബുമായി ബന്ധപ്പെട്ട് ഒരാൾക്ക് ഗൈബ് അറിയും എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞവൻ കാഫിറാവോ ഇല്ലയോ എന്നുള്ള ചർച്ചയിൽ ഫത്താവൽ ഹദീസയിൽ അള്ളാഹുവിന്റെ ഇൽമും നമ്മളെ ഇൽമും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ വായിച്ച് അർത്ഥം വെക്കുക എന്നല്ലത് കവിന് പിന്നെ അതെങ്ങനെയാണ് എന്ന് പറയാമെന്ന് ചോദിച്ചാൽ അത് അസാധ്യമായ ഒരു മറുപടിയാകും എന്ന് മാത്രം പറയുന്നു. ഇൻഷാ അല്ലാഹ് മൈക്ക് റിലീസ് ചെയ്യാം. ഇനി വിഷയം അല്ലെ, ബാക്കി ചർച്ചകൾ ജാഫർ വില്ലൻ സാഹിബൊക്കെ തുടരട്ടെ. ഞാൻ ഏതായാലും മറ്റേ ക്ലാസ് റൂമിൽ തന്നെ റിലീസാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാഫർ വില്ലൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് കൂടി കേട്ടിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ പറ്റ പോവാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി ഞാനിത് ഇൽമുൽ ഗൈബുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അഥവാ അള്ളാഹുവിന്റെ ഗൈബ് അത് അള്ളാഹ്ക്ക് മഫാത്തിഹുൽ ഗൈബ് എന്നറിയപ്പെട്ട 5 കാര്യങ്ങളിൽ അധിഷ്ഠിതമായ ഗൈബ് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ അല്ലേ എന്ന് പറയുകയും ആ ഗൈബ് അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അവൻ വെളിപ്പെടുത്തി കൊടുക്കും എന്ന് നമ്മൾ വിശ്വസിക്കൽ നിർബന്ധമാണ്. ഇനി ആ വെളിപ്പെടുത്തി കൊടുക്കുന്നത് എത്രമാത്രമാണ്, എത്ര വെളിപ്പെടുത്തി കൊടുക്കുള്ളൂ? ഇപ്പൊ തബ്ലീഗ് ജമാഅത്തിന്റെ ഒരു പുസ്തകം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പുസ്തകത്തിൽ അവർ പറയുന്നത് നുബുവത്തിന് അനിവാര്യമായ അറിവുകൾ മാത്രം, നുബുവത്ത് ഒരു പ്രവാചകനാവാൻ വേണ്ടുന്ന അറിവെന്താണ്, ആ അറിവ് മാത്രമേ റസൂലുള്ളാഹിക്ക് നൽകിയിട്ടുള്ളൂ. അതിനപ്പുറമുള്ള അറിവ് റസൂലുള്ളാഹിക്ക് ഇല്ല എന്ന് തബ്ലീഗ് ജമാഅത്തുകാര് ഇൽമുൽ ഗൈബുമായി ബന്ധപ്പെട്ട് അവരുടെ വാദം പറയുന്നുണ്ട്. അവരുടെ നേതാവ് അഷ്റഫ് അലി ഥാനവി എന്ന് പറയുന്ന ആളുടെ ഹിഫ്ളുൽ ഈമാൻ എന്ന് പറയുന്ന ഉറുദു പുസ്തകം, അതുപോലെ തന്നെ ബസ്തുൽ ബനാൻ എന്ന് പറയുന്ന മറ്റൊരു ഉറുദു പുസ്തകം, ഈ പുസ്തകത്തേക്ക് ഉദ്ധരിച്ച്
കൊണ്ട് അവർ പറയുന്നുണ്ട്. ഇതിന്റെ നിജസ്ഥിതി എന്താണ്? അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം എന്താണ്? ഒരാൾക്ക് ഗൈബ് അറിയിച്ചു കൊടുക്കുന്നതിലൊരു പരിധി നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുമോ? അതിലൊരു അതിർത്തി നമുക്ക് നിശ്ചയിക്കാൻ പറ്റുമോ? അള്ളാഹുവിന്റെ റസൂലിന് വഫാത്താകുന്നതിന് മുമ്പ് മറഞ്ഞ മുഴുവൻ അറിവുകളും നൽകിയിട്ടുണ്ട് എന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിനോ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്കോ അത് ഖണ്ഡനമാണോ? അതൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ബുധനാഴ്ച നമുക്ക് ചർച്ച ചെയ്യാം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും എല്ലാം അല്ലാഹു തആല സാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അതേപോലെ തന്നെ